ചെയ്യണവര് ഗൾഫിൽ പോണ്. പാസ്പോർട്ട് ഇല്ലാത്ത ആരെങ്കിലും പിടിക്കണം. എന്ത് ചെയ്തിട്ട് അങ്ങോട്ട് ക്ലച്ച് പിടിക്കാതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞങ്ങളുടെ കട്ടക്ക് കൂടെ നിൽക്കുന്ന ഒരാളാണെങ്കിൽ പാസ്പോർട്ടും ഇല്ല. അമ്മാമ്മ ഇവരാലോചിക്കുമ്പോ എന്താണെന്നറിയാമോ, 90 വയസ്സായ അമ്മാമ്മ ഒരു തകർക്കണ്. ഇപ്പൊ ഞങ്ങൾക്ക് മുന്നിൽ മുന്നിൽ നോക്കാനുണ്ടാ. എത്ര സ്ത്രീധനം മേടിച്ചാ കൊച്ചുമോൻ കെട്ടിയത്? അമ്മാമ്മ അന്നത്തെ കാലത്ത് സ്ത്രീധനമൊക്കെ ഉണ്ടോ അമ്മാമേ? 700 കിട്ടി. അന്നാണെങ്കിൽ ചിലപ്പോ ഇങ്ങനെ സ്വീകാര്യത കിട്ടിയെന്ന് വരില്ല. പള്ളിയില് പാട്ട് പാടുമ്പോ അതിൽ കൂടി പാടും. അമ്മാമ്മയുടെ ചെറുപ്പകാലം പറയുമ്പോ അപ്പച്ചനെ അച്ഛൻ എതിർപ്പായിരുന്നോ? പണി കഴിഞ്ഞ് വരുമ്പോ ഒരു കുപ്പിയമ്മ ചാരി വെച്ചുകൊണ്ട് ഓയിൽ പിടിച്ചോണ്ടിരിക്കും രണ്ടുപേരും കൂടി ഓടിപ്പിക്കാൻ ഞാൻ. അപ്പച്ചനൊരു കൂലി തരാറുണ്ടോ? എന്ത് വേണം, വെള്ളടിക്കണോ? എല്ലാ സൗകര്യമാണ്, എല്ലാരും കാശേരിയാണ്. ഞാൻ അപ്പച്ചനോട് പറഞ്ഞു, ഞാൻ ഗൾഫിൽ പോയി 2 വർഷം കഴിയുമ്പോ ഇങ്ങനെ ഒരു പെൺകൊച്ചു ഉണ്ടാവണം, നമുക്കൊന്ന് പോയി ആലോചിക്കണം. അന്ന് തന്നെ പോയി അച്ചാറിന്റെ ബിസിനസ് തുടങ്ങിയാലാന്ന് ഇങ്ങനെ ആലോചിക്കുന്നു. തുടങ്ങിയില്ല, അങ്കമാന്റിമാര് വരുന്നു, ഉപദേശിക്കുന്നു, അമ്മാമിണ്ടാവറത അപ്പൻ ഒച്ചപ്പാട് ബഹളം. ഞാൻ അമ്മാമ്മയുടെ ചോദിച്ചപ്പോ അമ്മാമ്മ പറഞ്ഞു, അച്ചാറ് നമുക്ക് ഉണ്ടാക്കാം, നല്ല പരിപാടിയല്ലേ. അച്ചാറിലേക്ക് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പക്ക റീസൺ ഉണ്ട്. അന്ന് ടിങ്ങിട്ടോ അമ്മാമ ഉണ്ടാക്കണ എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചപ്പോ ഞാൻ അന്ന് പറഞ്ഞു ഉത്തരം അമ്മാമ്മയുടെ ബീഫ് അച്ചാറാണെന്നാണ്. അമ്മയുടെ ടേസ്റ്റിൽ അമ്മക്ക് പേടിയില്ല, കാര്യം അമ്മ ഒരു അങ്കമാലിക്കാരിയാണ്. മുതൽ മുടക്ക് എത്രയായിരുന്നു? ആദ്യം 5 കിലോ ബീഫ് അച്ചാറും വീട്ടിലുള്ള ചട്ടി. ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് ഇന്ന് എന്റെ കൂടെ ഉള്ളത് അമ്മാമ്മയും കൊച്ചുമോനും പിന്നെ അവരുടെ ഫാമിലിയും കൂടെയാണ്. നമസ്കാരം. എനിക്ക് തെറ്റിപ്പോയി. ഞങ്ങൾ ഈ കോട്ടയംകാർക്കൊരു ചെറിയ പ്രശ്നമുണ്ട്, അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഹായ്. നിങ്ങളെയൊക്കെ ഞങ്ങൾ കാണാറുണ്ടല്ലോ. ആ, എന്നെ പുതിയ വിശേഷം? ക്രിസ്മസ് ആണ്, അടിപൊളി, സൂപ്പർ സൂപ്പർ സൂപ്പർ. എന്നൊക്കെ ഉണ്ടാക്കി ക്രിസ്മസിന്? ട്രീ ഉണ്ടാക്കി. സ്റ്റാർ ഇട്ടോ? എയ്ഡൻ ചേട്ടായി വഴക്കാണോ? അല്ല. പക്ഷെ ഞാൻ കണ്ടല്ലോ, എയ്ഡൻ ചേട്ടായി എന്നെ വഴക്കാണല്ലോ. എയ്ഡൻ ചേട്ടായുടെ പുറകിൽ നിന്ന് മാറാതെ തന്നെയാണല്ലോ ഇരിക്കുന്നേ. ഏടന് പൊക്കത്തിരിക്കണത്. കുറച്ച് ലാംഗ്വേജ് എനിക്ക് മനസ്സിലാക്കാൻ പാടുണ്ട്. സംസാരിക്കും, പറ. ഇതാണ് കേട്ടോ, നിങ്ങൾ ശരിക്കും കാണുക. അതാണ് അമ്മാമ്മയും അമ്മാമ്മയുടെ ഇപ്പോഴത്തെ കൊച്ചുമോനും. മറ്റേത് കൊച്ചുമോനായില്ല, അത് വലിയ മോനായിട്ടുണ്ട്. അല്ല, ഇതല്ലേ അമ്മാമ്മയുടെ കൊച്ചുമോൻ? അല്ല അമ്മാമ്മയുടെ കൊച്ചുമോൻ ഏതാ? അമ്മാമ്മ തൊട്ടെടുക്കാതാണ് അമ്മാമ്മയുടെ കൊച്ചുമോൻ. അത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് ഏത് മോനാ? ഇത് കൊച്ചുമോന്റെ അമ്മാമ്മ ബ്രാൻഡ് വെക്കുക. കൊച്ചുമോൻ, അതിന് ബ്രാൻഡ് വിട്ടത് കളിയില്ല. ഇത് കൊച്ചുമോന്റെ മോൻ. അമ്മാമ്മക്ക് ഇപ്പൊ 90 വയസ്സ് അല്ലേ? അമ്മാമ്മ ഇപ്പം യൂട്യൂബിൽ ഒരു 5-6 വർഷങ്ങൾക്ക് മുന്നേ ഹിറ്റായി. ഇപ്പൊ അച്ചാറ് ബിസിനസ്. ഇതൊക്കെ എന്താ അമ്മാമ്മ? ഇത് ഈ 90 വയസ്സിൽ എന്നതൊക്കെ കാണിച്ചു കൂട്ടണതേ? എന്നതൊക്കെ കാണിച്ചു വിടണം? അമ്മാമ്മ പറഞ്ഞേ നടക്കും. അത് നടക്കും. ഞാൻ അമ്മാമ്മയുടെ ഒക്കെ വീഡിയോ പണ്ട് കാണുമ്പോഴേ നല്ല രസമുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഇപ്പൊ രസമില്ലെന്നല്ല കേട്ടോ. പണ്ട് നമ്മൾ ഈ യൂട്യൂബിൽ ആൾക്കാർ ഇങ്ങനെ പൊങ്ങി വരുമ്പോഴത്തേക്കും വെറൈറ്റി കണ്ടന്റ് ആയിരുന്നു അമ്മാമ്മയും കൊച്ചുമോനും. അപ്പൊ അമ്മാമ്മ അത് മാറിയിട്ട് മകനിട്ട് കഴിഞ്ഞ ദിവസം നല്ലൊരു കൊട്ടു കൊടുക്കുന്നുണ്ടല്ലോ. ഞാൻ ആദ്യം എന്റെ ഇൻട്രോ പറയാൻ വന്നത് കത്തനാറിന്റെ പെങ്ങളില്ലാത്തതുകൊണ്ട് പെണ്ണ് കിട്ടാത്ത ആളാണെന്ന് പറയാൻ വന്നതാ. ഇത് ഞാൻ വേണ്ടാന്ന് വെച്ചതാണ്. ജിൻസ, ഫാമിലിയിലെ എല്ലാവർക്കും അറിയാം, എങ്കിലും ഞങ്ങളുടെ ചാനലിന് വേണ്ടിട്ട് ഒന്ന് പരിചയപ്പെടുത്താം. അനിയനാന്ന് എനിക്കറിയാം, ലെക്സൺ. അതനിയന്റെ വൈഫ് അഞ്ജു, റോസ്മി, അമ്മ, അപ്പച്ചൻ, അമ്മാമ്മ. ഇത് എന്റെ മോൻ, അത് അനിയന്റെ മോള്, ഇത് എന്റെ മോള്. എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും ഒന്നുകൂടെ എയ്ഡൻ ഭയങ്കര ഡിസ്റ്റർബ് ആയി. കക്ഷിക്ക് ഞങ്ങളെ ചാനലും ഇത്രയും ക്യാമറ ക്രൂ ഒക്കെ, മറ്റേത് അച്ഛനും അമ്മയൊക്കെ പിടിക്കുന്ന ചെറിയൊരു ഒരൊറ്റ ക്യാമറയിലാണല്ലേ, നിങ്ങളിവിടെ സിംഗിൾ മൊബൈൽ. ആ മൊബൈൽ കണ്ടപ്പം 3-4 ക്രൂ ഒക്കെ കണ്ടപ്പോ ഒന്ന് ടെൻഷൻ മനസ്സിലായി, ഡിസ്റ്റർബ് ആയി. അപ്പൊ എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ഡിസ്റ്റർബിന്റെ പെരുന്നാളായിരിക്കും. അമ്മാമ്മേ, ക്രിസ്മസ് ആയിട്ട് ഞങ്ങളോട് എന്തെങ്കിലും പറ, ഞങ്ങളുടെ പ്രേക്ഷകരോട്, മൂവി വേൾഡ് മീഡിയയുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറ. അമ്മാമ്മയെ കാണാൻ എത്ര ആൾക്കാർ, എന്ത് ഫാൻസാ പറ. അമ്മാമ്മയുടെ കൊച്ചുമോന്റെ അച്ചാർ, അങ്ങനല്ലേ? അമ്മാമ്മ സ്പെഷ്യൽ അച്ചാർ. അമ്മാമ്മ പറയാം. അമ്മാമ്മ എന്തെങ്കിലും മറ്റേ ക്യാമറയുടെ ആക്ഷൻ ഒക്കെ പറഞ്ഞാലേ തുടങ്ങുള്ളൂ.
ഞങ്ങൾക്ക് ആക്ഷൻ പറയണോ? സ്കിറ്റ് നിങ്ങൾ എഴുതിയാണോ കൊടുക്കുന്ന അമ്മയ്ക്ക്? സ്കിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെ ഇടയിൽ തന്നെ വരുന്ന ചില തമാശകള്. എഴുതലൊന്നുമില്ല, ജസ്റ്റ് അമ്മക്ക് പറഞ്ഞു കൊടുക്കും, അമ്മ പറയും, അപ്പച്ചനെ പറഞ്ഞു കൊടുക്കും, അപ്പച്ചൻ പറയും, അമ്മ പറയും, അങ്ങനെ അങ്ങനെ. അല്ല, ഇത് ആദ്യ കാലത്തിൽ ഇത്തിരി പാടല്ലായിരുന്നു ജിൻസ? അതായത് ഇപ്പൊ അമ്മാമ്മയ്ക്ക് അത് ട്രെയിൻഡ് ആയി, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഇവ വീഡിയോ എടുക്കാനാ വരുന്നത്, എനിക്ക് വേണ്ടി വീഡിയോ എടുക്കും എന്നുള്ളൊരു ഫീൽ ഉണ്ട്. ആദ്യ കാലങ്ങളിൽ എങ്ങനെയായിരുന്നു ഇത് പറഞ്ഞു കൊടുത്തത്? ആദ്യ കാലങ്ങളിലും ഇങ്ങനെയൊക്കെ തന്നെ, ബുദ്ധിമുട്ടൊന്നുമില്ല. ഞങ്ങൾക്ക് ആദ്യം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 സെക്കൻഡിന്റെ 30 സെക്കൻഡിന്റെ ഒക്കെ വീഡിയോസ് ആയിരുന്നു. അപ്പൊ ടിക്ടോക്കില് കുഞ്ഞിത് ചാരി വെച്ചെടുക്കുന്നു, ഞാനും അത് അന്നൊറ്റ ടേക്കിലാണ് എടുത്തിരുന്നത്. ഇപ്പഴാകുമ്പോ പിന്നെ ലെങ്ത് ഒക്കെ കൂടുതലായതുകൊണ്ട് കട്ട് ചെയ്തൊക്കെ എടുക്കേണ്ടി വരും. പാടൊന്നുമില്ല, അമ്മ ഒരു ഫ്ലോയിൽ ഞങ്ങൾ പറയുന്നു, ഞങ്ങളെ ഒരു ഫ്ലോയിൽ ഞങ്ങള് പിന്നാലെ കൂടുന്നു. അമ്മാമ്മയ്ക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടല്ലേ? കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാരുണ്ടായി. എന്നിട്ട് അവരെന്നാ വന്ന് പറയുന്നേ? വിശേഷമൊക്കെ പറയും. അമ്മാമ്മ പക്ഷെ സ്ക്രീനിൽ മാത്രമല്ലേ, ക്യാമറ വെച്ചാൽ മാത്രമേ ഉള്ളല്ലേ സംസാരിക്കത്തുള്ളൂ. ക്യാമറ ഇപ്പൊ നിങ്ങളെ പരിചയമില്ലാത്തവരെ കാണുമ്പോ ഒരു പമ്മലി അല്ലെങ്കിൽ തകർക്കൂടാ. അമ്മാമ്മ ഞാൻ എങ്ങനെ പരിചയപ്പെടേണ്ടെന്ന് തകർക്കാൻ? ഞാൻ എങ്ങനെ പരിചയപ്പെട്ട അമ്മാമ്മ എന്നോട് മിണ്ടു? മിണ്ടിക്കോ. ഞാൻ വന്നപ്പോഴേ മിണ്ടി, ഓടി വന്ന അമ്മാമ്മയെന്ന് പറഞ്ഞു. അമ്മാമ്മ ശരി വന്നതല്ലേ, ശരിന്ന്. പക്ഷെ ഞാൻ ഹാപ്പി ആയിട്ടോ അമ്മാമ്മയെ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പേര് നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വീട്ടിലെ വിശേഷങ്ങളാ പറയുന്നത്, അതെല്ലാവർക്കും ഇഷ്ടമാണ്. അതായത് നമ്മളുടെ വീട്ടിൽ നടക്കുന്ന, ഇപ്പൊ പറഞ്ഞല്ലോ, കുഞ്ഞു കാര്യങ്ങളാണ് ഭയങ്കര രസമായിട്ട്. പിന്നെ ഞാൻ ആ വള എടുത്തു തന്നോ? വള എടുത്തു തന്നോന്ന്. അപ്പൊ ഞാനത് കണ്ടപ്പോ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ സ്ഥിരം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അമ്മാമ്മ ഒരു ഡയലോഗ് പറഞ്ഞു, എടാ അന്ന് നീ കല്യാണം കഴിക്കുമ്പോ നിനക്ക് എന്താ ഓർമ്മ? 10 പുത്തൻ വരുമ്പോ ആള് മാറുന്നു. അങ്ങനെ 10 പുത്തൻ വന്ന് ആള് മാറിയ ആൾക്കാരെയൊക്കെ കണ്ടിട്ടുണ്ടോ അമ്മാമ്മ? കണ്ടിട്ടുണ്ട്. അപ്പം കൊച്ചുമക്കൊക്കെ എന്നാ പറയുന്നേ? ഇനി നിങ്ങള് അങ്ങനെയൊന്നും ആവരുതെന്നാണോ? അങ്ങനെയൊന്നും ആവരുത് അത് പറയും. എന്റെ അമ്മ, ഞങ്ങൾക്ക് അമ്മയെ കൊണ്ട് സംസാരിപ്പിക്കാൻ വയ്യ, ഞാൻ തോറ്റു സുല്ലിട്ട്. അമ്മ പറയാമേ, അമ്മ അച്ഛന്റെ അഭിനയം എങ്ങനെയുണ്ട്? അഭിനയം കുഴപ്പമില്ല, പറയുന്നുണ്ട്. അപ്പൊ അച്ഛൻ ഒരു കാര്യം മനസ്സിലാക്കണുണ്ട്, ഈ 6 വർഷത്തിനിടയിൽ ഞങ്ങൾ ആദ്യത്തെ ഫാമിലി അതിന്റെ ഒരു അച്ഛൻ അങ്ങോട്ട് നോക്കുന്നു, അമ്മ എന്ന് നോക്കുന്നു, അമ്മാവ എങ്ങനെ എന്താ പറയണ്ടേ, എന്റെ ആകെ കൺഫ്യൂഷൻ ആയിരിക്കുന്നു. അച്ഛൻ എന്നോട് സംസാരിക്കും. പറയാം അച്ഛൻ ഇപ്പം ആദ്യം അമ്മാമ്മയും ജിൻസന് വന്നോണ്ടിരുന്നത്, പിന്നെ നിങ്ങളുടെ ഫാമിലി വന്നു. അതായത് ജിൻസന്റെ കല്യാണ വീഡിയോ ഇട്ടു, അതിനുശേഷം അനിയന് പെണ്ണാലോചിച്ച് പോകുന്നു, അനിയന്റെ കല്യാണം. അതായത് നിങ്ങളുടെ വീട്ടിൽ എന്ത് സംഭവിച്ചു? ഇപ്പൊ ഇളയ ആൾക്ക് മുട്ടയടിച്ചത് വരെ നമുക്കറിയാം. നമുക്കവരുടെ വീട്ടിലെ വിശേഷങ്ങൾ നമുക്കറിയാം. അച്ഛൻ ആദ്യം ഈ വീഡിയോ ഇവര് തമ്മിൽ എടുത്തപ്പം അച്ഛൻ എതിർപ്പായിരുന്നോ സന്തോഷം? എന്നായിരുന്നു? അപ്പൊ ഞാൻ പണി കഴിഞ്ഞ് വരുമ്പോ ഇത് കുപ്പിയമ്മ ചാലോച്ചും കൊണ്ട് മൊബൈലിൽ പിടിച്ചോണ്ടിരിക്കും രണ്ടുപേരും കൂടി. ഓടിപ്പിക്കും ഞാൻ വരുമ്പോ ഓടിപ്പിക്കും. ഇത് കഴിഞ്ഞ് കുറെ സമയങ്ങൾ കഴിഞ്ഞാൽ എനിക്ക് വലിയ ഇതായില്ല, നീ പണിക്കാൻ നോക്കി, നീ ഗൾഫിൽ തന്നെ പോകും, ഇന്നൊരു കാര്യമില്ല, ഞാൻ സേഫ്റ്റി പറ്റാ. അപ്പൊ അവിടെ ചെന്നപ്പോ ആൾക്കാരെ ഇങ്ങോട്ട് ഓടിച്ചവനാ, ഒരു ഭാവി ഉണ്ടോ ഞാൻ ചെയ്യാതെ വീണ്ടും അവരോട് വന്ന് ഇത് തുടങ്ങി. എനിക്ക് അപ്പോഴും വെറുപ്പായിരുന്നു. പണിയാണെങ്കിൽ ഇതുപോലെ 10 രക്ഷയില്ല കൊണ്ടുതന്നെ പണിക്കട്ടെ. ഇത് കഴിഞ്ഞ ആൾക്കാർ കാണാൻ വന്ന് തുടങ്ങി. അപ്പൊ അതിനകത്ത് പിന്മാറി, പിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. സപ്പോർട്ടും ചെയ്ത് ഞാൻ ആക്റ്റീവായി. അവര് ചാൻസ് ചോദിച്ചു വരുമോ? ചേട്ടനിടയ്ക്ക് ചോദിക്കാറുണ്ട്. അത് പറഞ്ഞപ്പോഴാ ജിൻസ, അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ജിൻസിന് ജോലി ഉണ്ടായിരുന്നു അന്നപ്പോ എന്തോ ഒരു കൊറോണ ടൈമിൽ എപ്പോഴും വെള്ളപ്പൊക്ക സമയത്ത് ഇവിടെ വന്നതാണ്. ആ ടൈമിലാണ് അമ്മാമ്മേനെ വെച്ചിട്ട് ചെയ്തു തുടങ്ങിയത്. അമ്മാമ്മേനെ വെച്ചല്ല ആദ്യം ചെയ്തു തുടങ്ങിയത്. ആദ്യം ഞാനും എന്റെ ഒരു കൂട്ടുകാരനും കൂടിയാണ് ചെയ്തു തുടങ്ങിയത്. കൂട്ടുകാരൻ ഞാനും കൂടി ഇങ്ങനെ ചെയ്ത് തുടങ്ങി. അവനും ഗൾഫിൽ പോയി, അനിയനുണ്ടായിരുന്നു, അനിയന്റെ ഒപ്പം ചെയ്ത് എന്ത് ചെയ്തിട്ട് അങ്ങോട്ട് ക്ലച്ച് പിടിക്കാതെ ഇങ്ങനെ അതായത് ചെയ്യണവര് ഗൾഫിൽ പോണ്. അപ്പൊ ഞാൻ ആലോചിച്ചേ, പാസ്പോർട്ട് ഇല്ലാത്ത ആരെങ്കിലും പിടിക്കണം. അപ്പൊ നോക്കി കഴിഞ്ഞപ്പോ ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ കട്ടക്ക് കൂടെ നിൽക്കുന്ന ഒരാളാണെങ്കിൽ പാസ്പോർട്ടും ഇല്ല. അമ്മാമ്മ ഞങ്ങൾ രണ്ടുപേരും കൂടി ഉള്ള ഒരു കോംബോ ഇതേപോലെ ഒരു ഡിസംബർ മാസത്തിലാണ് സ്റ്റാർട്ട് ചെയ്യണത്. എനിക്ക് തോന്നുന്നത് ഡിസംബർ
12 ആയിട്ട് അമ്മാമ്മയുടെ ബർത്ത്ഡേ ഒക്കെ 2 ദിവസം മുമ്പാണ് ഒരു Same, ഫസ്റ്റത്തെ ഇന്നത്തെ വീഡിയോ date ആണ്. ഇങ്ങനെ ഡേറ്റിൽ ചെയ്ത് ഡിസംബർ 14 പോസ്റ്റ് ചെയ്ത് ജനുവരി 16 കോമഡി ഉത്സവത്തിൽ വിളിച്ചു. ജനുവരി 19 ഞാൻ ഗൾഫിൽ പോയി വീണ്ടും. ഡിസംബർ ഒരാളായിട്ട് അല്ല എനിക്കിപ്പോ മറ്റേ കിളിച്ചുണ്ട മാമ്പഴത്തിനകത്തെ ശ്രീനിവാസൻ വന്നിട്ട് നീ എവിടായിരുന്നു ഇന്നെ കൊള്ളിലെന്ന് ആരാ പറഞ്ഞതെന്ന് ചോദിച്ചു. ജനുവരി 21 കോമഡി ഉത്സവത്തിന്റെ ടെലികാസ്റ്റിംഗ്. ഇന്നത്തെ പോലെ അല്ല അന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ അന്നൊരു കോമഡി ഉത്സവം എന്ന് പറഞ്ഞ ടെലിവിഷൻ ചാനലിൽ എത്താന്ന് പറയുന്നത് ഭയങ്കര കാര്യമായിരുന്നു. ഇന്നിപ്പോ ഒരു എല്ലാവരും എത്തിപ്പെടണ്ട. അന്ന് അങ്ങനെ ഇല്ല, മൊബൈലിലൂടെ എത്തിയേക്കണവര്. പക്ഷെ എനിക്കത് കാണാൻ പറ്റില്ല. നാട്ടിൽ ഫ്ലെക്സ് ഒക്കെ വെച്ച് എല്ലാരും ആ പ്രോഗ്രാം ടെലികാസ്റ്റിന് വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഞാൻ ഗൾഫില് അവിടെ ടിവിയിലോ ഒന്നുമില്ല. ഞാൻ ഇൻഡസ്ട്രിയൽ ഏരിയ ആയതുകൊണ്ട് അങ്ങോട്ട് മൊബൈൽ കയറ്റാൻ പാടില്ല. അപ്പൊ ഞാനിങ്ങനെ ഇരിക്കുന്നു. ഇവിടെ ടെലികാസ്റ്റിംഗ് നടക്കണ അമ്മാമിനെ എന്നെയൊക്കെ സ്ക്രീനിൽ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര ബഹുക്ഷേമം. എനിക്കിത് അറിയാൻ പറ്റുന്നില്ല. അവസാനം ഒരു 2-3 ആഴ്ച കഴിഞ്ഞ് യൂട്യൂബിൽ വന്ന് ഞാൻ ആ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നിന്ന് പുറത്ത് വന്ന് കൂട്ടുകാരുടെ റൂമിൽ പോയാണ് ഈ സാധനം കാണുന്നത്. അപ്പൊ നാളെ മുതൽ ആ ഒരു ലഹരി ഇങ്ങനെ കിട്ടി തുടങ്ങി. ഈ ഒരു വീഡിയോ ചെയ്യണതും പിന്നെ ആ ഒരു സംഭവം അങ്ങനെ വീണ്ടും ചെയ്യാൻ. എന്തോ പറയാനുണ്ട്, പറ. ചേട്ടൻ പോയി, അവനോ പോയി, എന്നാ പിന്നെ അമ്മാമേനെ പിടിച്ച് അടുത്ത സെറ്റ്. ഇല്ല, ഇവനും ഗൾഫിലായിരുന്നു. അമ്മാമ വിസിറ്റിന് ആദ്യം ഞാൻ കണ്ടു. എല്ലാരും ഗൾഫിൽ പോയി. എല്ലാവരും എന്നാ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കേരളം വിട്ടത് വെളിയിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല. അമ്മാമേനെ അല്ലാണ്ട് വിസിറ്റിന് കൊണ്ടുപോയപ്പോ ഒക്കെ ഒരുപാട് ആൾക്കാർ വന്നു കിട്ടില്ലായിരുന്നു. ഞാൻ കണ്ടിരുന്നു, അത് വീഡിയോസ് എവിടെയോ കണ്ടിരുന്നു. കാരണം നിങ്ങളുടെ ഒരു കോംബോ ഇപ്പൊ ഒരുപാട് പേര് വീട്ടിലെ പെറ്റ്സ് വെച്ചിട്ട്, പ്രായമായവരെ വെച്ചിട്ട്, ഫാമിലി ആയിട്ട്, അതൊരു സന്തോഷമാണ്. ഇപ്പൊ കണ്ടന്റിന് വേണ്ടി തന്നെ അവർക്ക് ജോലി എന്താന്ന് ചോദിച്ചാൽ കണ്ടന്റിന്. ഒരാളും കൂടി വിക്കറ്റ് ഇപ്പൊ 3 പോയില്ലേ. ഇത് പറഞ്ഞപ്പോ പണ്ടത്തെ ഞങ്ങളുടെ ഒരു വീഡിയോ ആണ് ഓർമ്മ വന്നത്. ക്രിക്കറ്റ് കളി കണ്ടോണ്ടിരിക്കുന്ന ഞാൻ, അമ്മാമ അടിച്ചു വാരിക്കൊണ്ടിരിക്കുന്നു. ഞാൻ തലേ കൈ വെക്കും ഒരു വിക്കറ്റ് പോയപ്പോ. അപ്പൊ അമ്മാമയ്ക്ക് എന്ത് പറ്റിയടാ? അപ്പൊ ഞാൻ പറഞ്ഞു ഒരു വിക്കറ്റ് പോയ അമ്മാമ. അതങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് അമ്മാമ വീണ്ടും ജോലി ചെയ്യുന്നു. കുറച്ചു നേരം കഴിയുമ്പോ അടുത്ത വിക്കറ്റ് പോയപ്പോ ഞാൻ വീണ്ടും തലേ കൈ വെച്ചു. അയ്യോ, അപ്പൊ അമ്മാമ വെച്ച് എന്ത് പറ്റി? അടുത്ത വിക്കറ്റ് പോയ അമ്മാമേ. അപ്പൊ എടുത്തൊഴിക്കാൻ അമ്മാമ. അപ്പൊ നേരത്തെ പോയത് കിട്ടിയ. ഇപ്പൊ അമ്മാമയ്ക്ക് 90 വയസ്സാന്ന് പറഞ്ഞത് നിങ്ങളുടെയൊക്കെ ചെറുതില് ഈ പിള്ളേരുടെ ഏടന്റെയും പിള്ളേരുടെ ഒക്കെ പ്രായത്തില് നന്നായിട്ട് സംസാരിക്കുമായിരുന്നു അമ്മച്ചി. ഓർമ്മയില്ലല്ലോ, ഞങ്ങൾ കുഞ്ഞല്ലേ. അല്ല അമ്മ നിങ്ങൾക്ക് ഓർമ്മയില്ല. ഈ പ്രായം ചൂടൊക്കെ ഒന്ന് വലുതാവണേ. ഒരു അത് കഴിഞ്ഞവർക്ക് ഓർമ്മയില്ലായിരുന്നു. അമ്മാമ ഇനി സംസാരിക്കായികൊന്നുമില്ല. അമ്മാമ അടിപൊളിയായിട്ട് സംസാരിക്കും. ഇത് ഇങ്ങനെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ആയിട്ട് ഇരിക്കണേണ്. അമ്മാമയുടെ ഊമയൊക്കെ അമ്മാമ സംസാരിച്ചല്ലോ. അമ്മാമയുടെയും ജിൻസന്റെയും സൗണ്ടിന് പ്രത്യേകതയുണ്ട്. പറഞ്ഞത് ക്ലിയർ ആണ്. ഒരുപക്ഷെ എന്നെ കണ്ടാ തിരിച്ചറിയാറില്ല. പക്ഷെ ഞാൻ സൗണ്ട് കേൾക്കുമ്പോ ഇതെവിടെ കേട്ടിട്ടുണ്ടല്ലോ, ആ ഒരു സാധനം ഉള്ളതാണ്. കറക്റ്റ് ആയിട്ട് ത്രോട്ട്. അമ്മാമേ എത്ര സ്ത്രീധനം മേടിച്ചാ കൊച്ചുമോൻ കെട്ടിയത്? സ്ത്രീധനം കിട്ടിയില്ലേ? കൊച്ചുമോനെ കിട്ടിയത്. കൊച്ചുമോന് കിട്ടിയെന്ന് അമ്മ. അന്നത്തെ കാലത്ത് സ്ത്രീധനമൊക്കെ ഉണ്ടോ അമ്മാമേ? സ്ത്രീധനൊക്കെ ഉണ്ട്. സ്ത്രീധനമൊക്കെ ഉണ്ടല്ലേ? 700 കിട്ടി. അമ്മാമ്മയുടെ കയ്യിലൊരു അപ്പം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ല, അത് അത്രേ ഉള്ളെങ്കിലും അന്നത് വലിയ തുകയായിരുന്നു. വലിയ തുകയായിരുന്നു. നല്ല തുകയാണ്. അമ്മാമ്മേനെ അഭിനയിപ്പിക്കുന്നതിന് കുടുംബക്കാർക്ക് പ്രശ്നമൊന്നും ഇല്ലായിരുന്നല്ലോ? അതായത് കുടുംബക്കാര് അങ്ങനെയല്ല, ഫാമിലിയില് മറ്റൊരു ഫാമിലിയില് അമ്മാമ്മക്ക് ഒരു മകനേ ഉള്ളോ? ഓ, പക്ഷെ അവരൊക്കെ പിന്നീട് ഞങ്ങളുടെ ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. ഞങ്ങളുടെ സ്ത്രീ വേഷം കിട്ടുന്ന ജോമോനി അമ്മാമ്മയുടെ മോളുടെ മോനാണ്. അച്ഛാ, ഏതായാലും ഗൾഫിൽ നിന്ന് വന്നവൻ തിരിച്ച് നാട്ടിൽ വന്നു, വീണ്ടും തിരിച്ചു പോയി, വീണ്ടും തിരിച്ച് നാട്ടിലേക്ക് വന്നു. സോഷ്യൽ മീഡിയയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു വരുമാനം, അതിനപ്പുറം മക്കൾ അടുത്ത് നിൽക്കുന്നതിന്റെ ഒരു സന്തോഷം ഇല്ലായിരുന്നോ? അതുണ്ട്. അത് നമുക്ക് നമുക്കുള്ള സംഭവമാണ്. മക്കളടുത്ത് വേണമെന്നുള്ള താല്പര്യം. അവർക്ക് ജീവിക്കണ്ടേ? നമുക്ക് വിചാ പോലല്ല, നമ്മുടെ ജീവിതം കഴിഞ്ഞ് അവർക്ക് ജീവിതം വേണം. അപ്പൊ അതിനുവേണ്ടി അവർ പോയി എന്ന് പറയണത്. ഇപ്പൊ നമ്മള് ഇപ്പൊ ഏത് സ്കൂളിൽ വിടുന്നത്, ഏതിനടുത്ത് വേണമെന്ന് അവർക്ക് താല്പര്യമില്ലേ? പിന്നെ അവർ സ്കൂളിൽ എന്താണ്
അവന് ജീവിതം വേണം, അവന് പഠിക്കണം, അത് കഴിവുകള് കാരണം ഉണ്ടാക്കി കൊടുക്കണം. അതൊക്കെ ആവശ്യം. പോയിട്ട് അല്ല ഫ്ലോ പോയി. അങ്ങനല്ല, ഫുൾ സ്റ്റോപ്പ് ഇട്ടേണ്. കാരണന്മാരുടെ ഒരു കടമകൾ നമുക്ക്. മക്കൾ നല്ല വഴിക്ക് പോകണം, ചീത്ത വഴിക്കുന്ന കാരണം എന്തിക്കുന്നത്. അത് നന്നായി കൊണ്ടുവന്നാല് കാരണന്മാർക്ക് വിലയുണ്ടത്. തീർച്ചയായും. അത് എന്തെങ്ങനത്തെ കാരണമായിക്കോട്ടെ, കാരണവർക്ക് അതിന്റെ വില, മക്കൾക്കല്ല വില. മക്കൾ നന്നാല് കാരണന്മാർക്ക് വില. പിന്നെ അതിനുണ്ട്, മക്കൾ നന്നായി കുടുംബം നന്നായി. പറഞ്ഞില്ലേ? അപ്പൊ നമ്മളെല്ലാം നന്നാവേണ്ടത്, മക്കളെ നന്നാവേണ്ടത്. കേട്ടല്ലോ, ഒന്നുകൂടെ ഒന്ന് നന്നാവും. അല്ല ഇന്നെന്നുള്ള ഏതവർക്കും ഉള്ള സംഭവമാണ്. തീർച്ചയായും. കുടുംബം കാരണന്മാർ നന്നായിട്ട് മക്കളെ ഇതേ വില ഗുണമുണ്ടാ. മക്കൾ നന്നായിട്ട് കാരണന്മാർ ഇത് എത്ര ഉള്ളു. ഇനി കുടിച്ചാലും കൊള്ളാം, എന്റെ ഗ്യാപ്പിൽ നിന്ന് ഇവിടെ ഒന്നും കിട്ടത്തില്ല, സമ്മതിക്കുന്ന പോലും ഇല്ല. അപ്പൊ അതിനകത്ത് ഏത് കാരണന്മാർക്കും ഏറ്റവും സന്തോഷമുള്ളത് മക്കൾ നന്നായി കിടക്കാം. തീർച്ചയായിട്ടും അതാണ് ആവശ്യം. അതെ. അത് കൂടെ നിൽക്കണമെന്ന് താല്പര്യമുണ്ട്, നിർത്തരുത്. അവരിപ്പോ അവർക്ക് തൊഴിൽ നോക്കട്ടെ. അമ്മക്ക് ഇതാണ് അഭിപ്രായം. എനിക്ക് അഭിപ്രായം മക്കള് നന്നായി ജീവിച്ചാൽ നമുക്ക് നല്ലതല്ലോ. അത് അച്ഛൻ പറയുന്നതിന്റെ ബാലൻസ് ഏറ്റുപദേശം. അമ്മയോട് ഈ പറഞ്ഞ പോലെ വീഡിയോ എടുത്ത് ജിൻസിൽ ഇവിടെ വന്ന് നാട്ടിൽ നിന്ന് ഇവിടെ വേരറച്ചു പോവോ എന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നോ? പേടിയുണ്ടായിരുന്നു ആദ്യം. കാരണം ഇത്ര സ്റ്റേറ്റ് ഓഫീസറായിട്ട് പഠിച്ച് നല്ലൊരു ജോലി കയറിയതാണ്. അത് കഴിഞ്ഞപ്പോഴാണ് വീഡിയോയുടെ ഇത് വന്നത്. അപ്പൊ ഞങ്ങൾക്ക് പേടിയുണ്ടായി. അത് കുഞ്ഞുമോചാരി വെച്ച് രണ്ടുപേരും കൂടി നേരം കിട്ടുമ്പോ ഇരുന്ന് പരിപാടി നടത്താം. അതൊക്കെ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഓടിപ്പിക്കും, 2 ജൂണിൽ എടുത്ത് ഓടിപ്പിക്കും. ഞാൻ ഇനിയിപ്പോ ഗൾഫിൽ പോയാൽ ഞാൻ ഇവിടെ കിട്ടണം പറഞ്ഞുണ്ട്. പക്ഷെ അത് ഇങ്ങനെ വരും എന്നുള്ളത് അറിയാൻ പറ്റില്ല. പിന്നെ ഇത് കാണുന്ന മാതാപിതാക്കൾ ഇന്ന് തന്നെ ചുവരിലെടുക്കുന്നു, മക്കളെ ഓടിക്കുന്നു, നാളെ ഒരു രക്ഷപ്പെടുത്തു. ആ കറക്റ്റ് ടൈമാണ് അല്ലെ? അത് നിങ്ങൾക്കൊരു ഒരുപാട് ആളുകൾ ഇന്നാണെങ്കിൽ ചിലപ്പോ ഇങ്ങനെ സ്വീകാര്യത കിട്ടിയെന്ന് വരില്ല. അതിനൊരു ധൈര്യം ഉണ്ടായി. ആള് ചാർജ് ആയല്ലോ, പോരട്ടെ. കുറച്ച് ആ ധൈര്യം ഉണ്ട്. തീർച്ചയായും അമ്മാമ്മയുടെ കണ്ടന്റുകൾ, അതായത് ഞാൻ പറഞ്ഞില്ല, പ്രായമായവരെ നമ്മൾ പരിഗണിക്കുന്നതാണ് ഈ കണ്ടന്റിന്റെ ഏറ്റവും വലിയ സവിശേഷത. അല്ല, സാധാരണ എല്ലാവരും പറയുന്ന ഒരു ഡയലോഗ്, ഒരു പഴയ ഡയലോഗ്, അവരുടെ മോനെ കണ്ടുപിടിക്കുക, ഇവരുടെ മോനെ കണ്ടുപിടിക്കുക. ഇത് ആ ഒരു ട്രാക്ക് തന്നെ ഞങ്ങൾ ചേഞ്ച് ചെയ്തെന്നുള്ളതാണ്. ആ മകനെ കണ്ടുപിടിക്കുക, ആ ഒരു ട്രാക്കിലേക്ക് ഇതിന് കമന്റിൽ വരാറുണ്ട്. കണ്ട ആ മാമ കാണിക്കണ നോക്കി, ഇവിടെ ഉണ്ടല്ലോ മാമ. ആ പഴയ പിള്ളേരെ കണ്ടു പഠിക്കുന്നുള്ളത് ഞാൻ മൊത്തത്തിൽ പൊളിച്ചു. അമ്മാവനെ കണ്ടു പഠിക്കുന്നുള്ള ഒരു ട്രാക്കിലേക്ക് കൊണ്ടുപോകുന്നത്. അത് ജിൻസൺ പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. കാരണം പ്രായമായൊരു വീട്ടിലുള്ളപ്പോ അവരെപ്പോഴും നമ്മൾ ഉപദേശിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ അച്ഛനെ ഉപദേശിച്ചിട്ടില്ല കേട്ടോ. എനിക്കെല്ലാം അറിയാൻ. ഞാൻ എന്റെ സേഫ്റ്റി എടുക്കണല്ലോ. ഞാൻ പോയി കഴിഞ്ഞിട്ട് അത് എന്നെ കുറിച്ചാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ഒക്കെ പ്രായമായവർ എപ്പോഴും നീ പഠിക്കണം, ജോലി മേടിക്കണം, ഇങ്ങനെ നടന്നാൽ പോരാ, അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം, പിന്നെ നമ്മളൊരു ഡ്രസ്സ് അല്ലെങ്കിൽ നമ്മൾ മുടി നീട്ടി വളർത്തി അല്ലെങ്കിൽ താടി വെച്ചാലൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. അതിൽ നിന്നൊക്കെ മാറിയിട്ട് അമ്മാമ്മ നമ്മുടെ വൈബ് എന്ന് പറഞ്ഞാൽ ആ ന്യൂജൻ വൈബില് ഉപദേശിക്കും. അതിനൊരു സംഭവം ഉണ്ട്. ഈ ഒരു ഉപദേശം കേട്ടോണോട്ടോ, അതാണ് അതിന്റെ ഏറ്റവും രസം. കുടിച്ചു കയറി വരുന്ന കൊച്ചുമോൻ, വെള്ളം അടിച്ച് കൂട്ടുകാരൊപ്പം കുടിച്ചു കയറി വരുന്ന കൊച്ചുമോൻ അമ്മാമ്മ തടയുന്നു, നീ ഇന്നും കുടിച്ചോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ കൂട്ടുകാരൊപ്പം 2 അടിച്ചെന്ന് പറഞ്ഞു. അപ്പൊ അമ്മാമ്മയുടെ ഡയലോഗ്, നീ ഇങ്ങനെ കുടിച്ചു നടന്നു കഴിഞ്ഞാൽ നിന്റെ കാലശേഷം എനിക്ക് ആരുണ്ടോ തട്ടിപ്പോന്ന് ഉറപ്പാണ് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അതിനാ വേറെ രീതിയിൽ അമ്മ പ്രസന്റ് ചെയ്യണ സ്റ്റൈൽ. ദിലീപിന്റെ ഒരു പടത്തിനകത്തല്ലേ അച്ഛനായി പോയി അതെ. ശരിയാക്കൂന്ന് പറഞ്ഞില്ലേ? അത് തന്നെ. എന്തൊക്കെയോ പറയാനുണ്ട്, പറ. ഞാൻ അവസരം തന്നില്ലെന്ന് വേണ്ട, പറ. നിങ്ങളുടെ ജിൻസിന്റെ കല്യാണം ഞാൻ കണ്ടിരുന്നു വീഡിയോയില്. നിങ്ങളുടെ കല്യാണം ഇട്ടിട്ടില്ല? ഉണ്ടാ, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അതാണ്. നിങ്ങൾ കോട്ടയത്ത് നിന്ന് കല്യാണം കഴിച്ചല്ലേ? കോട്ടയം കൂത്താട്ടോള. എറണാകുളം ബോർഡർ. കല്യാണാലോചനയായിട്ടാണോ വന്നത്? അല്ലല്ല, ലവ് മാരേജ് ആയിരുന്നു. ഞാൻ എന്താണ് കല്യാണം കഴിഞ്ഞു? ഞങ്ങൾ ലവ് മാരേജ്. എങ്ങനെയായിരുന്നു ലവ് മാരേജ്? സോഷ്യൽ മീഡിയ കണ്ടിട്ടാണോ? അല്ല, കണ്ടിട്ടില്ല. അതിനു മുമ്പ് ജസ്റ്റ് ഇവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഗ്രൂപ്പ് ചെയ്തൊരു മെസ്സേജ് ഫോർവേഡ് ചെയ്തു. എന്ത് ഗ്രൂപ്പാ? അമ്മാമ്മയുടെ കൊച്ചുമക്കൾ എന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ അമ്മാമ്മയുടെ. പിന്നെ ഞങ്ങൾക്കൊരു കോമൺ കസിൻ ഉണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോക്കകത്തുള്ള ആൽഫിയ ഉണ്ട്. അത് അമ്മയുടെ ആങ്ങളയുടെ മോളാണ്. അപ്പം ആൽഫിയുടെ ചേച്ചിനെ കല്യാണം കഴിച്ചേക്കുന്നത് എന്റെ മമ്മിയുടെ ആങ്ങളയുടെ വൈഫിന്റെ അനിയനാണ്.
അപ്പൊ അങ്ങനെ സംസാരിച്ചതാ, കുറച്ചധികം ഇതായി പോയി. അതെ, സംസാരിച്ച് ഇങ്ങോട്ട് സംസാരിച്ചു. അപ്പോഴേ അറിയായിരുന്നല്ലേ ഇവിടെ വന്ന് അഭിനയിക്കേണ്ടി എനിക്ക് പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇവരെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിങ്ങനെ ന്യൂസ് ഫീഡിലൊക്കെ വന്ന് അങ്ങനെ കണ്ട്. അല്ല മറ്റേതല്ലേ പണ്ടൊക്കെ പെണ്ണുങ്ങൾ കല്യാണം കഴിക്കുമ്പോ അമ്മാമ്മേ ആ വീട്ടിൽ ചെന്ന് ആ പണിയെടുക്കണം എന്നാ, നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന പെണ്ണുങ്ങൾ ഈ വീട്ടിൽ ചെന്നാ അല്ല അവിടെ ചെന്നാ നല്ല പണി എടുക്കണം. എവിടെ ചെന്നാല് തിരിച്ചു വീട്ടിലേക്ക് സ്വന്തം വീട്ടിൽ ചെന്നാ പണിയെടുക്കണം, ഇവിടെ വന്ന് അഭിനയിച്ചാൽ മതി. അല്ല അവരെ കല്യാണം കഴിഞ്ഞാലും അപ്പൊ തള്ളവര് മാറിക്കൊള്ളു. അഭിനയിക്കണം. ഇവിടെ അവനെ പറഞ്ഞേ കല്യാണാലോചന പിന്നെ ആരെങ്കിലും ഒക്കെ സോഷ്യൽ മീഡിയയിലെ കല്യാണാലോചനയൊക്കെ വരും, ഈശ്വര ആ വീട്ടിൽ ചെന്ന് അഭിനയിക്കണല്ലോ, പണിയെടുക്കണം എന്നല്ല. പെണ്ണിട്ടാൻ ആരില്ല. അല്ല അത് വേറെ കാര്യം കൂടി ഉണ്ട്. പണ്ടത്തെ പോലെ അല്ല, പണ്ട് പഠിപ്പില്ല പിള്ളേർക്ക്, ഇന്ന് പഠിപ്പുണ്ട്. ഇന്ന് പെണ്ണുങ്ങളെ എങ്ങനെയാലും ജോലി കിട്ടണം, ഒരു ജോലി കിട്ടിയിട്ടാ പെണ്ണ് കിട്ടാൻ പറ്റുള്ളൂ എന്ന് നിർമ്മാണ കാരണന്മാരോട് പറയും. അപ്പൊ അതനുസരിച്ചുള്ള സെറ്റപ്പ് അവരായി. അപ്പൊ ഒരു കുടുംബത്തെ എടുക്കാൻ സമ്മതിക്കൂല, അവർക്ക് പറ്റില്ല, അവർ തുറന്നു പറഞ്ഞു ഞങ്ങൾക്ക് വരില്ല, നമുക്ക് വേണേ ആളെ നിർത്തിക്കൂടാ, അങ്ങനെ സെറ്റപ്പായി. ഇപ്പൊ മുമ്പ് അങ്ങനെയല്ല, പഠിപ്പില്ല. ചെന്ന് കെട്ടാ വീട്ടിൽ മെച്ചടിക്കണോ തുണി അലക്കണോ എല്ലാം ചെയ്യേണ്ടി വരും. ഇന്നിപ്പോ അതില്ല, അക്ക മെഷീനിപ്പ. അച്ഛന് ജിൻസിന് ഇതുപോലൊരു അവസ്ഥ ഉണ്ടായെന്ന് തോന്നുന്നു, പെണ്ണാലോചിച്ച് പോയപ്പോ. പെണ്ണ് പറഞ്ഞെന്ന് തോന്നുന്നു ജോലി ഇല്ലെങ്കിൽ അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് ലോകത്തിന്റെ കിടപ്പ് അങ്ങനെയാണ്. ഞങ്ങൾക്ക് കണ്ടന്റ് എവിടെ നിന്നാണ് കിട്ടുന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി. നമ്മള് പറയല്ലേ ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയ പറഞ്ഞ തള്ള വൈബ്, തന്ത വൈബ്, അല്ല അമ്മാവൻ വൈബ് അങ്ങനെയൊക്കെ പറയൂലേ. പക്ഷെ ആ ജനറേഷനിൽപ്പെട്ടവര്, അമ്മാമ്മയുടെ ജനറേഷനിൽപ്പെട്ടവര് നമ്മുടെ ജനറേഷനിലുള്ള ആളുകളുടെ വൈബി സംസാരിക്കുമ്പോ അത് ഭയങ്കര രസമാണ്. കാരണം അവർ ഉൾക്കൊള്ളുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഇത് കേൾക്കേണ്ടി വരും, എന്തും അവര് കാണിച്ചു നടക്കുന്നത്, കുറെ ക്യാമറയും പിടിച്ച് തുള്ളുന്നു. ഇതതില്ലല്ലോ. ഇന്ന് അതായത് ലാസ്റ്റ് ഇട്ട ആ വീഡിയോ ഒരു 50 പ്രാവശ്യമെങ്കിലും അപ്പച്ചൻ ചോദിച്ചിട്ടുണ്ട്, എത്ര കേറിയ എത്ര വ്യൂസായി. ഞാനത് കണ്ടിട്ടേ എനിക്ക് ചിരി വന്നിട്ട് വയ്യ. അതെ ഇപ്പൊ മറക്കൊന്നും വിചാരിച്ച് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചു ഞങ്ങൾ പറഞ്ഞു കൊടുക്കാം മാമിന്ന് പറഞ്ഞു. അതെ പെങ്ങളില്ല, കത്തനാർക്ക് പെങ്ങളില്ലെന്ന്. ഈ അപ്പച്ചന്റെ മുഖത്തെ ബ്ലഡ് ഒന്നും ഇല്ലാണ്ട് പിന്നെ അഭിനയിച്ചാ പിന്നെ അത് അറിയണ്ടേ. അപ്പച്ചനൊരു കൂലി തരാറുണ്ടോ? പിന്നെ കൂലി നമുക്ക് ഇഷ്ടമുള്ള സാധനം തരുന്നു. എന്ത് വേണം, വെള്ളടിക്കണോ, എല്ലാ സൗകര്യമാണ്, എല്ലാരും കാശ് തരുന്നു. ഞാൻ വെള്ളടിക്കാണല്ലേ, വൈകുന്നേരം വെള്ളടിക്കും. ഭക്ഷണം വേണം, വെള്ളം വേണം, എന്തും ഒരു കാരണന്മാർക്ക് കിട്ടാത്ത ഒരു കൊണ്ട് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പുറത്ത് പറയാൻ പാടില്ല. ഞാൻ കഷ്ടപ്പെട്ടാ നേരിട്ട് എനിക്ക് തന്നോണ്ടിരിക്കുന്നു. അപ്പച്ചൻ എന്തായിരുന്നു ആദ്യം ജോലി? ഞാൻ എല്ലാ പണിക്കും പോകും, മെക്കാട് പണിക്ക് പോകും, എല്ലാ പറമ്പിലും എല്ലാ പണിക്കും പോകും. പിള്ളേരെ പിന്നെ ഞാൻ പിള്ളേര് യൂട്യൂബ് പഠിപ്പിച്ചത് ഓട്ടോറിക്ഷ ഓടിച്ചൊക്കെയാണ്. വലുതായി കഴിഞ്ഞപ്പോ ഇവര് നോക്കി അപ്പച്ചൻ റെസ്റ്റ്. ഇപ്പൊ റെസ്റ്റ് ചെയ്യാൻ എന്ത് വേണം നമുക്കൊക്കെ റെഡിയാണ്. അമ്മയോട് അമ്മായിമ്മ പോരെടുത്തിട്ടുണ്ടോ അമ്മ? അല്ല ഞാൻ വെറുതെ ചോദിച്ചതാണ്. അത് എന്തിനാന്നറിയാവോ, അമ്മാമ്മയുടെ പേരില് അമ്മ ഉണ്ടാക്കുന്ന അച്ചാറാണ് ഇപ്പൊ പോകുന്നത്, അമ്മയും കൂടെ. അത് നല്ല ഐക്യമുള്ളടത്ത് ചീഫ് ഷെഫ് കമ്പനിയിലാ മെയിൻ ഷെഫ്. ഒരു കൂട്ടായ്മ ഇല്ലാതെ സംഭവം നടക്കൂല. ആരൊക്കെ തേര് വലിച്ചു കഴിഞ്ഞാലും ആ ഒരു സംഭവം നടത്തിക്കൊണ്ട് അതാണ് അത് നമുക്കുണ്ടല്ലോ. എത്രയൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ അതൊരു വരുമാന മാർഗം ആദ്യം എടുത്ത് അമ്മ ഉണ്ടാക്കിയത് തൊട്ടടുത്ത കടകളിലോ അല്ലെങ്കിൽ ബന്ധുക്കാർക്കോ ഞങ്ങൾ ഫ്രണ്ട്സിനൊക്കെയാണ് കൊടുത്തത്. അവിടെ നിന്നാണ് ഇന്ന് 6 രാജ്യങ്ങളിലെ ബിസിനസ് ടൈക്കോണാണ് ഇരിക്കുന്നത്. ടൈക്കോൺ അല്ലേ? 6 രാജ്യങ്ങളിൽ കയറ്റുമതി ചെയ്യുന്നുണ്ട് ഇവിടെ. അവിടെ ഡിസ്ട്രിബ്യൂഷൻ അല്ലാതെ ആവശ്യക്കാർക്ക് 2 ബോക്സ് അങ്ങനത്തെ പരിപാടിയല്ല. അവിടത്തെ സൂപ്പർ മാർക്കറ്റുകളിൽ റാക്കുകളിൽ സെയിലിന് അമ്മാമ്മ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് അമ്മാമ്മയുടെ ഫോട്ടോ ഒക്കെ വെച്ച് റാക്ക് സെയിലാണ്. ടെസ്റ്റും കാര്യങ്ങളെല്ലാം എടപ്പള്ളിയിലും ഉണ്ട്. അത് ഇവിടെ ഞങ്ങളുടെ ഔട്ട്ലെറ്റ് ആണ്, 2 ഔട്ട്ലെറ്റ്, എടപ്പള്ളിയിലും വത്താണിയിലും. കേരളത്തില് അവിടെ 2 ഔട്ട്ലെറ്റ്, ആ കടയിൽ നിന്ന് മാത്രമേ കിട്ടൂ. അതെങ്ങനെയാണ് നിങ്ങൾ ഇത് തുടങ്ങിയിട്ട് പിന്നെ അച്ചാറിലേക്ക് വന്നത്? അച്ചാറിലേക്ക് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പക്ക റീസൺ ഉണ്ട്. അല്ലാതെ വെറുതെ ഒരു കാര്യം എന്തെങ്കിലും തുടങ്ങാം അങ്ങനെ തുടങ്ങിയതല്ല. ഇത് ഞങ്ങളുടെ ലൈഫുമായിട്ട് അത്രയും റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ്. ഞങ്ങൾ 2 പേരും പ്രവാസികളായിരുന്നു. ഞങ്ങൾ ഗൾഫിലേക്ക് പോകുമ്പോൾ കൊണ്ടുവരുന്ന ഏറ്റവും ടോപ്പ് ഐറ്റം എന്ന് പറയുന്നത് ഞങ്ങളുടെ അച്ചാറുകളാണ്. അമ്മയും അമ്മാമ്മയും കൂടി ഉണ്ടാക്കി തരുന്ന അച്ചാറുകൾ. ഈ അച്ചാറിന് വേണ്ടി അവിടെ വെയിറ്റിംഗ് ആണ്.
ഓ ആ അവര് പറയും ഞങ്ങള് നിനക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു തരാം, നീ ആ വെയിറ്റും കൂടി അച്ചാറാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് അച്ചാറാണ് കൊണ്ടുവരുന്നത്, ഡ്രസ്സും കാര്യങ്ങളും എല്ലാം കൊണ്ടുവരുന്നത്. ലീവിന് വന്ന് പോകുമ്പോ അച്ചാർ കൊണ്ടുപോകും. അവിടെ നൈറ്റ് എത്ര രാത്രി ആയാലും റൂമിലെ ആളുകളൊക്കെ അനൂപും സജീഷും ബെൻസനൊക്കെ വെയിറ്റിംഗ് ആണ്. ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞ് കുബൂസ് വേണ്ടി വെച്ചറുണ്ടാവും. കുബൂസ് എടുക്കുന്നു, കീറുന്നു, ഈ ചെമ്മീനച്ചാറൊക്കെ ഇടുന്നു, ചുരുട്ടി തിന്നു. ഞങ്ങളുടെ എന്താണ് ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് കേരളത്തിലെ ടേസ്റ്റിനെ ഞങ്ങൾ ഒരു കുപ്പിയിലാക്കി ഞങ്ങൾ കൊണ്ടുപോവുകയാണ് ചെയ്യണത്. അന്ന് രാത്രി തന്നെ ചെയ്യും. എന്തോരം കിലോ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വാല്യൂ അത്രക്ക് ഉണ്ടെന്നുള്ളത് എനിക്ക് ആദ്യം നിന്ന് മനസ്സിലായി. ഇവനോട് ഞാൻ വിളിച്ച് ചോദിച്ചു, ഇത് തുടങ്ങണേക്കാളും മുമ്പ് ഗൾഫിലായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എടാ നമുക്ക് വീഡിയോ ഓക്കെ ഇങ്ങനെ അങ്ങോട്ട് പോണുണ്ട്, നമുക്ക് ഈ സെലിബ്രേറ്റ് ചെയ്യണതിന് മുമ്പ് നമുക്ക് സ്റ്റേബിൾ ആവാനുള്ള എന്തെങ്കിലും ഒരു പരിപാടിയല്ലേ ചെയ്യണ്ടേ? അപ്പൊ ഇവൻ ചോദിച്ചാൽ എന്താണ് ചെയ്യാൻ പറ്റുക, അതായത് ആലോചിക്കണോട്ടാ. വീഡിയോ ഞാൻ പറഞ്ഞല്ല, ഡിസംബർ ഈ പറഞ്ഞ 10-ന് 9-നായിട്ടാണ് ആദ്യം വീഡിയോ ഇടുന്നത്. കോമഡി ഉത്സവത്തിൽ പോകുന്നത് ജനുവരി 16-ാം തീയതിയാണ്. അന്ന് ടിനിട്ടോം എന്റെ അടുത്ത് ചോദിച്ചത് അമ്മാമ ഉണ്ടാക്കണ എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചപ്പോ ഞാൻ അന്ന് പറഞ്ഞു ഉത്തരം അമ്മാമ്മയുടെ ബീഫ് അച്ചാറാണെന്നാണ്. ആലോചിച്ചോളൂ, ആകെ ഒരു മാസത്തെ ഗ്യാപ്പിൽ പോലെ എന്റെ നാവ് മുമ്പത്ത് ബീഫ് അച്ചാർ എന്ന് പറഞ്ഞ അച്ചാർ നിൽപ്പുണ്ടെങ്കിൽ ആ അച്ചാറിന് എത്രത്തോളം ആ ഒരു ടേസ്റ്റ് ഉണ്ടെന്നുള്ളത് അന്ന്. അപ്പൊ ആ ടിനിട്ടോം കാണിക്കുകയും ചെയ്തു അച്ചാറുണ്ടാകും. പക്ഷെ ആ സാധനം ഇന്ന് നമുക്ക് മാർക്കറ്റിലേക്ക് ഇറക്കാനുള്ള ഒരു ധൈര്യം കിട്ടിയത് ഞങ്ങളിത് അനൗൺസ് ചെയ്തപ്പോ കിട്ടിയ ഓർഡറുകളാണ്. അത്രയും ഓർഡറുകൾ വന്ന് ഞങ്ങളത് ഉണ്ടാക്കി എത്തിക്കാനുള്ള വഴികൾ, ഓരോ തടസ്സങ്ങള് ഞങ്ങൾ തന്നെ തരണം ചെയ്ത് മുമ്പോട്ടേക്ക് ഇങ്ങനെ പോയി. അതൊരു വലിയ കാര്യം. അപ്പൊ അമ്മാമ്മ പറഞ്ഞ പോലെ, ഞാൻ തമാശക്ക് ആദ്യം പറഞ്ഞത്, നമ്മൾ ആദ്യം ജീവിച്ചൊരു വീട് അത് മാറി ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം, നമ്മുടെയൊക്കെ ഒരു ആഗ്രഹമാണെന്ന് വെച്ചാൽ ആ വീട് മോശമാണെന്നോ ഒന്നുമല്ല. അച്ഛൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അച്ഛന്റെ സൗകര്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് ഒരു ഷെൽട്ടർ ഉണ്ടാക്കി തന്നു. നിങ്ങളൊരു സ്റ്റേബിൾ ആയപ്പം നിങ്ങൾക്ക് അവരെയും കൂടെ ഷെൽട്ടർ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വലിയൊരു സെറ്റപ്പ് ആയി. അപ്പം ആ ഒരു യാത്രയുണ്ടല്ലോ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരുപാട് തടസ്സങ്ങള്, പക്ഷെ ഇതിനെയൊക്കെ തരണം ചെയ്തത് അമ്മാമ്മയുടെ ഇതാ. ഇതിനിടയ്ക്ക് നിങ്ങൾ എപ്പോഴെങ്കിലും വീണ് പോയിട്ടുണ്ടോ? കേടായി പോയി. അച്ചാറ് കേടാവുന്നത് ബിസിനസിന്റെ ഒരു ഭാഗമാണ്. വേറെ കുഴപ്പങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. കാര്യം മെയിൻ ആയിട്ട് നമ്മുടെ ഷെഫ് എന്ന് പറയുന്ന ഒരാൾ മാറിപ്പോകുമ്പോഴാണ് ഈ ടേസ്റ്റിലും കാര്യങ്ങളിലൊക്കെ വ്യത്യാസം വരുന്നത്. ഞങ്ങളുടെ മെയിൻ ആയിട്ട് ഉണ്ടാക്കുന്ന ആൾ അമ്മയാണ്. അമ്മ പിന്നെ മാറിപ്പോകില്ല, നമ്മളൊപ്പം തന്നെയുണ്ടല്ല. അപ്പൊ ആ ഒരു സംഭവം നിലനിന്ന് ഇങ്ങനെ പോകുന്നു. പിന്നെ എല്ലാത്തിനും എല്ലാ കാര്യങ്ങളും ഓളിനോളായിട്ട് അനിയൻ നോക്കി നടത്തണുണ്ട്. ഏത് ഗുദാമില് 2 രൂപ കുറവുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വണ്ടി ഓടിച്ച് അവിടെ എത്തും. ആ കുറവന്വേഷിച്ചു അത് വാങ്ങിച്ചോണ്ട് വരും. അപ്പൊ ഞാൻ ആലോചിക്കാൻ ഇവന് ഉറക്കൂല്ലേ. വെളുപ്പിന് 3 മണിക്കൊക്കെയാണ് എനിക്ക് വിളി തന്നെ, എടാ ഇവിടെ 2 രൂപ കുറവാണ്, ഇവിടെ നിന്ന് വാങ്ങിച്ചോട്ടെ. ഞാൻ എത്ര കിലോ? ഇവിടെ 100 രൂപ. എന്നാ ഞാൻ പറഞ്ഞു വാങ്ങിച്ചു. അപ്പൊ ഞാൻ അപ്പളാണ് സമയം നോക്കണേ 3:30 ആയിട്ടുള്ളൂ. ഇവനപ്പൊ അവിടെ എത്തണമെങ്കിൽ ഇവിടെ എത്ര മണിക്ക് പോയിട്ടുണ്ട്. അപ്പൊ നമ്മള് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു മോനായിട്ടാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു മോളായിട്ടാണ് ഞങ്ങളുടെ ആ ഒരു അച്ചാർ യൂണിറ്റിനെ കാണുന്നത്. അവർക്കിപ്പൊ നമ്മളിപ്പോ മക്കൾക്ക് എന്തെങ്കിലും ഒരു സാധനം വേണം, അത് വാങ്ങിക്കാനായിട്ട് എത്ര ദൂരമാണെങ്കിലും നമ്മൾ സഞ്ചരിച്ച് പോകൂലേ. ഞങ്ങൾ അങ്ങനെയാണ്. അവന് എന്താണോ ആവശ്യം ഞങ്ങൾ ട്രാവൽ ചെയ്യും, പോയി അതിനെ പർച്ചേസ് ചെയ്യും. അമ്മ അവിടെ പോയി ചെന്നുണ്ടാക്കുവോ? ഞങ്ങൾ ഈ അത്താണിയിലെ എടപ്പള്ളിയിലും കൗണ്ടർ സെയിലാണ്, അവിടെ ഡിസ്പ്ലേയും സെയിലുമാണ്. ഉണ്ടാക്കുന്നത് മുഴുവൻ ഞങ്ങളുടെ വീടിന്റെ അടുത്താണ്. അമ്മയാണ് ചീഫ് ഷെഫ്. അമ്മയുടെ അണ്ടറിൽ ഇപ്പൊ 3 പേരുണ്ട്. പിന്നെ ഞങ്ങളുടെ അച്ചൂട്ടൻ എന്ന് പറഞ്ഞൊരു മെഷീനും ഉണ്ട്. സർപ്രൈസ് ആണ്. അതിന്റെ വീഡിയോ അല്ലേ വരും. അമ്മയ്ക്ക് ഈ കുക്കിങ്ങില് അച്ചാർ ഉണ്ടാക്കി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബിസിനസ് പറഞ്ഞപ്പോ ഇത് ഓക്കെ ആവോ, അല്ലെങ്കിൽ ഞാൻ ഈ കഷ്ടപ്പെടുന്നത് ഇങ്ങനെ തന്നെയാ? കഷ്ടപ്പെടുന്നത് കാര്യം ഇവർക്ക് ആദ്യം കൊടുത്തു വിടുന്നത് ഉണ്ടാക്കി കൊടുക്കുന്നതൊക്കെ ഞാനല്ല. അപ്പൊ അച്ചാറ് ഇവര് അവിടെ ചെന്ന് ജോലി ചെയ്യാൻ ഞങ്ങൾ നാട്ടിലേക്ക് വരികയാണ്, അമ്മ അച്ചാർ ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഉണ്ടാക്കിയൊക്കെ തരാം, എന്നാലും അച്ചാറ് വിൽക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാടാ? അപ്പൊ പറഞ്ഞാൽ അത് കുഴപ്പമില്ല, അമ്മ ഉണ്ടാക്കി തന്നാ അമ്മയുടെ ടേസ്റ്റിൽ അമ്മക്ക് പേടിയില്ല. കാര്യം അമ്മ ഒരു അങ്കമാലിക്കാരിയാണ്. അപ്പൊ മേക്കിംഗ് ആണ് അമ്മയുടെ ഉള്ളിൽ കിടക്കണത്. അപ്പൊ അതുണ്ടാക്കി വിറ്റുപോന്നുള്ള പേടിയുണ്ട്. കാരണം അപ്പൊ അവൻ പറഞ്ഞു വിറ്റ് ഞാൻ തന്നോളാം, അമ്മ പേടിക്കണ്ട, ഉണ്ടാക്കി തന്നാ മതി. അങ്ങനെ ഉണ്ടാക്കി ഇതുവരെ കൊടുത്തിട്ട് കുഴപ്പമൊന്നും വന്നിട്ടില്ല. അമ്മാമേ ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടോ? ഇതിന്റെ കോംബോ അയാളുടെ വീഡിയോ കാണാറില്ല ഇങ്ങനെ വെച്ചിട്ട് ഉപ്പിടുന്നത്. മുതൽ മുടക്ക് എത്രയായിരുന്നു? ആദ്യം 5 കിലോ ബീഫ് അച്ചാറും വീട്ടിലുള്ള ചട്ടി 5 കിലോ ബീഫാണ് വാങ്ങിച്ചത്. മുതൽ മുടക്ക്. അച്ഛാ
ഇപ്പം മക്കൾ അറിയപ്പെടുന്ന ബിസിനസ്സുകാർ. അച്ഛൻ ഇപ്പൊ ഓട്ടോ പിടിച്ചപ്പം ഇവരൊക്കെ പഠിപ്പിക്കാൻ പറ്റുന്നത് ഇത് രണ്ടും പഠിപ്പിച്ചു. അവർ അതിലെന്തെങ്കിലും ആവുമെന്ന് വിചാരിച്ചു. നേരെ മറിച്ച് ബിസിനസ്സായി. അച്ഛന് പേടിയുണ്ടായിരുന്നോ ഈ ബിസിനസ് കൊണ്ട് പോയാൽ? ഉണ്ടായിരുന്നു. ഇതൊരു കാമ പല സ്ഥലത്ത് ഞാൻ അച്ചാർ മാത്രമല്ലേ ഉള്ളു, അതുകൊണ്ട് എന്ത് ചെയ്യാനാണ് പിന്നെ കടയിൽ വെച്ച് കൊടുക്കാം. അച്ഛൻ അങ്ങനെ പറയുന്നത് വെള്ളം അടിക്കുന്നത് അല്ല, അച്ചാറെന്നുണ്ടെങ്കിൽ ഇത് വെച്ച് കടയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കടക്കാർ ഇത് വിറ്റില്ല, ആ സാധനം മോശമായി പോയി, അങ്ങനെയുള്ള ഒരു പണിക്ക് തന്നെ കാശ് കിട്ടൂല, ആ സാധനം പൊളിച്ചു പോകും. അച്ഛന്റെ മനസ്സിൽ അതൊക്കെയായിരുന്നു. ഒരിക്കലും ഒരു വിദേശത്തേക്ക് ഒരു കയറ്റുമതി ഒന്നും ഇല്ല. ഈ പിന്നീടാണ് ഇത് അരക്കിലോ മാത്രമേ ഉള്ളു. അങ്ങനെ ഒരു വാർത്തയോട് പറഞ്ഞു അതാ വിജയിക്കുന്നത് കണ്ടോട്ടാ, വീട്ടില് വാർപ്പും കാര്യങ്ങളൊക്കെ ആവും. അപ്പൊ എനിക്ക് വിശ്വാസമില്ല. പിന്നീടാണ് തുടക്ക സമയത്ത് കാര്യമുണ്ട്, ഞാൻ പറയാട്ടോ. ഞാൻ ഈ അച്ചാറിന്റെ കാര്യം വീട്ടിൽ അവതരിപ്പിക്കണ ആ ഒരു സിറ്റുവേഷൻ കറക്റ്റ് ആയിട്ട് പറയണം. കല്യാണം കഴിഞ്ഞിട്ട് 3-ാമത്തെ മാസം ഞാൻ തിരിച്ചു പോണേന്റെ ഒരാഴ്ച മുമ്പ് ഇങ്ങനെ ഒരു സംഭവം വരെയാണ്. ഒന്നില്ലെങ്കിൽ നാട്ടിൽ നിൽക്കണം, അല്ലെങ്കിൽ ഗൾഫിൽ പോകണം. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു വരുമാന മാർഗമായിട്ടാണ് അച്ചാർ തുടങ്ങാൻ ഉദ്ദേശിച്ചിരുന്നത്. കാര്യം എനിക്ക് വീഡിയോ ചെയ്യണം എന്നുള്ള ആ ഒരു ലഹരി കിട്ടിയിട്ട് ഞാനും അമ്മാമയും കൂടി അല്ല അതല്ല ഹാപ്പി മോഡിൽ ഇത് പറയാനും പുതിയത് അമ്മാമ ഞാൻ വീട്ടിൽ വന്ന് കയറുമ്പോ ചോദിക്കണത് പുതിയത് കിട്ടിയ ഞങ്ങൾ ആ ഒരു ഫീലിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇത് ചെയ്ത് മുമ്പോട്ട് പോകണമെങ്കിൽ നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഒരു കുഞ്ഞു വരുമാനം വരണമല്ല. അപ്പൊ വരുമാനം ആലോചിച്ചിട്ടാണ് ഈ അച്ചാറിന്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത്. അപ്പൊ ഒന്നില്ലെങ്കിൽ ഗൾഫിൽ പോക്ക് നിർത്താം, അല്ലെങ്കിൽ വീഡിയോ ചെയ്യല് നിർത്താം. രണ്ടിലൊരു ഓപ്ഷൻ. ഇവനെ ഞാനിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോ വീഡിയോ ചെയ്ത് മുമ്പോട്ട് പോയാലേ ഒരു ട്വിസ്റ്റ് ഉണ്ടാവുള്ളൂ. മറ്റേത് നമുക്ക് ഒരു 2 ആഴ്ച അല്ലെങ്കിൽ ഒരു 6 മാസം കഴിഞ്ഞിട്ട് പോരെങ്കിൽ നമുക്ക് ഇത് വിട്ടിട്ട് ഗൾഫിൽ പോവാന്നുള്ള രീതിയിൽ ആലോചിച്ച് ഉറപ്പിച്ച് ഞാൻ വീട്ടിൽ അവതരിപ്പിക്കണം. ഞാൻ ഇനി ഗൾഫിൽ പോണില്ല. അപ്പൊ നീ എന്ത് ചെയ്യാൻ പോണം? വീഡിയോ പിടിച്ചിറക്കാൻ പോണം. വീഡിയോ പ്ലസ് ഒരു അച്ചാറിന്റെ ബിസിനസ് തുടങ്ങിയാലാന്ന് ഇങ്ങനെ ആലോചിക്കുന്നു. തുടങ്ങിയില്ല, അംഗം ആന്റിമാര് വരുന്നു, ഉപദേശിക്കുന്നു, അമ്മാമിണ്ടാവൃതം, അപ്പൻ ഒച്ചപ്പാട്, ബഹളം. അപ്പൊ ഞാൻ അമ്മാമ്മടുത്ത് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു അച്ചാറ് നമുക്ക് ഉണ്ടാക്കാം, നല്ല പരിപാടിയല്ലേ, അച്ചാറ് റെഡിയാക്കാം, ഇവര് വരണം നോക്കണ്ട. ഞാൻ ഇവരെ വിളിച്ചു ചോദിച്ചു ഗൾഫിലാണ്. അപ്പൊ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും, നീ തുടങ്ങ്, ബാക്കി നമുക്ക് നോക്കാലോ, ഇത് കിട്ടിയില്ലെങ്കിൽ നിനക്ക് കയറിപ്പോരാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, നീ അത് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഇത് ഒച്ചപ്പാടിന്റെ എനിക്ക് പിന്നെ വീട്ടിൽ കയറാൻ പറ്റണ്ടായി. വീട്ടിൽ വന്നു കഴിയുമ്പോ ഈ ഒച്ചപ്പാട് തുടങ്ങി. പാസ്പോർട്ട് എടുത്ത് മറ്റേ പെട്ടി കെട്ടുക. ഞാൻ അപ്പച്ചനെ എടുത്ത് ഒച്ചപ്പാടിന്റെ ഇടയിൽ നിന്ന് അപ്പച്ചനെ വിളിച്ച് മറ്റേ ജയറാം തിലകനെ വിളിച്ച് തിലകൻ വാതിലടക്കാൻ പരിപാടി അപ്പനെ വിളിച്ച് വാതിലടക്കുന്നു. ഞാൻ എന്റെ പൊന്നപ്പച്ച ഇതിന്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് ചിലപ്പോ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന്റെ അപ്പുറത്തായിരിക്കും. അതിനൊരു സമയം എന്താ, ഒരു പരീക്ഷണം നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലും നമ്മൊന്ന് പരീക്ഷിക്കണ്ടേ. ഇപ്പൊ ഈ 27 വയസ്സായിട്ടുള്ള ഈ 27 വയസ്സുള്ള ഞാൻ ഇന്ന് ഇതിന് റിസ്ക് എടുത്തില്ലെങ്കിൽ പിന്നെ എന്നാണ് ഒരു ഓപ്ഷൻ എന്താ. അപ്പൊ അപ്പച്ചൻ നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞ അപ്പച്ച യൂട്യൂബ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, ഫേസ്ബുക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഇതിനകത്ത് നമ്മൾ പരസ്യം ചെയ്യുന്നു, ഇതിനകത്ത് നമ്മൾ ഇത് അച്ചാർ ഉണ്ടാക്കുന്നത് ഓപ്പൺ ആയിട്ട് കാണിച്ചു കൊടുക്കുന്നു. ഒരു മറയില്ലാതെ നമ്മൾ ഈ സാധനം ജനങ്ങൾക്ക് ഇത് ഉണ്ടാക്കുന്നത് കാണിച്ചു കൊടുക്കുന്നു. അതിന്റെ ചെലവും കാര്യങ്ങളെല്ലാം കാണിക്കുന്നു, നമ്മളത് പാക്ക് ചെയ്ത് കൊടുക്കുന്നു. ഒരു 6 മാസം ഒരു സമയം എന്താ, ചിലപ്പോ ഈ 6 മാസം കഴിയുമ്പോ അപ്പച്ചന് ഇപ്പൊ ഓടിക്കണ ആ പെട്ടി വണ്ടിയില്ലേ, അത് അച്ചാർ കമ്പനിക്ക് വേണ്ടി മാത്രം ഓടണ ഒരു സിറ്റുവേഷൻ വരും. ഒരു അവസരം തരാൻ പറഞ്ഞു. അങ്ങനെയാണ് അവസരം തരണേ. ഇന്ന് ആ പെട്ടി വണ്ടി അച്ചാർ കമ്പനിക്ക് വേണ്ടി മാത്രം ഓടിക്കാൻ ഒരാളുണ്ട്. ആ ഒരു രീതിയിലേക്ക് നമുക്ക് ഇതിനെ എത്തിക്കാൻ പറ്റിയത് അന്ന് അപ്പച്ചനും അമ്മച്ചിയൊക്കെ തന്ന ആ ഒരു സപ്പോർട്ടാണ്. കാര്യം ഇവരെ അന്ന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല അവർ സാധാരണക്കാരാണ്, അങ്ങനെയല്ലേ ചിന്തിക്കുള്ളൂ. പ്രായമാകുമ്പോ നമുക്കൊരു സമയമാകുമ്പോ കല്യാണം കഴിക്കണം, അടുത്തത് കുഞ്ഞാവണം, കുടുംബം സെറ്റിൽഡ് ആണ്, ഇതൊക്കെ ചിന്തിക്കുന്ന ഒരു സാധാരണ പോകുന്നിടത്ത് നിന്ന് ഒരു ബ്രേക്ക് സംഭവിച്ചത് ഈ ഒരു സംഭവം. ജിൻസിന്റെ ഭാര്യ റോസ്മി ഇപ്പൊ കുഞ്ഞിനെ ഉറക്കി കിടത്താൻ വേണ്ടി അനിയത്തിക്ക് കൊടുത്തപ്പോൾ ഷിഫ്റ്റ് ചേഞ്ച് ചെയ്തിട്ട് വന്നതല്ലേ അല്ലേ? ഒരാൾ ഇവിടെ കാണുമ്പോ ഒരാൾ അവിടെ കാണത്തില്ല. റോസ്മി നിങ്ങളുടെ കല്യാണ കാര്യം പറ, വിശേഷങ്ങളൊക്കെ പറ. അവളുടെ വിശേഷം പറയാൻ അനുവാദം ചോദിക്കണോ? ഞാൻ പ്രപ്പോസ് ചെയ്തിട്ട് ഇവിടെ ആക്സെപ്റ്റ് ചെയ്ത ദിവസം ഇന്നലെ തന്നെ ലവ് മാരേജ് ആയിരുന്നോ? ശരി, ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഫാമിലി തന്നെയായിരുന്നോ അതോ? അല്ലല്ല, ഞങ്ങ ഒരേ ഇടവകയാണ്. അതായത് ഒരേ പള്ളിയിൽ തന്നെയായിരുന്നു ഞങ്ങള് ചെറുപ്പം മുതലേ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ അറിയാം, കുഞ്ഞിലെ മുതൽ അറിയാവുന്നതാണ്. അത് പ്രപ്പോസ് ചെയ്തിട്ട്
ഇവിടെ വീട്ടിൽ അവതരിപ്പിച്ചത് എങ്ങനെയാ? ആരുടെ വീട്ടിലായിരുന്നു എതിർപ്പ്? ആരുടെ വീട്ടിൽ എതിർപ്പില്ലെന്ന് പറയൂല, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി പറ. എതിർപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അന്ന് വീടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ഞാൻ അപ്പച്ചനോട് പറഞ്ഞു, ഞാൻ ഗൾഫിൽ പോയി 2 വർഷം കഴിയുമ്പോ ഇങ്ങനെ ഒരു പെൺകൊച്ചു ഉണ്ടാവണം, നമുക്കൊന്ന് പോയി ആലോചിക്കണം പറഞ്ഞു. അപ്പൊ അന്ന് തന്നെ പോയി. അന്ന് തന്നെ പോയി. രാവിലെ പള്ളിക്ക് പോകുമ്പോ അപ്പം നിൽക്കണം. നാളെ രാവിലെ അമ്മേനെയും കൂട്ടി ചെന്നോട്ടെ, ഞാൻ സംസാരിച്ചു. എന്റെ പണി തീർന്നില്ലേ. അവിടെ അപ്പൊ തന്നെ അവരുടെ വീട്ടിൽ നിന്ന് എല്ലാരും കൂടി ഞങ്ങളുടെ ഈ വീട്ടിലേക്ക് വരില്ലേ, ഞാൻ അങ്ങനെ ഇന്ന് കൊടുത്തു. അങ്ങനെ പിന്നെ 25 എത്രാമത്തെ വയസ്സിലായിരുന്നു കല്യാണം? 27. 27. അപ്പച്ചൻ തന്നെ അപ്പച്ച അങ്ങനെ വെച്ച് താമസിപ്പിക്കരുതെന്ന് വെച്ചിട്ടാണോ? അതിന്റെ അല്ല, മക്കൾക്ക് മക്കളായിരുന്നെങ്കിൽ അവർ ചെയ്യണൊക്കെ ചെയ്യാം. ആ. അത് കാരണവരുടെ കടമയാണത്. പിന്നുള്ള അവരെ ഇഷ്ടം പോലെ പിന്നെ അവരായിക്കോട്ടെ, അവൻ അനുഭവിക്കട്ടെ. പിന്നെ അവരെ അവൻ പറഞ്ഞു, ഞാൻ നടത്തി കൊടുത്തില്ല. അമ്മാമ്മയോട് പറഞ്ഞില്ലേ? അമ്മാനെ കണ്ടുപിടിച്ചത് പള്ളിയിൽ പോണവർക്ക് ഞാനിവിടെ ബൈക്കിൽ കയറ്റി പോണ കണ്ട് അതിന്റെ വീട്ടിലൊന്ന് പറഞ്ഞു കൊടുത്ത്. അപ്പൊ അപ്പച്ചൻ ചോദിച്ചു, അപ്പൊ ഞാനിങ്ങനെ സമ്മതിച്ച്. ഇതിനിടയ്ക്ക് ഇങ്ങനെ ഒരു കഥ അമ്മാമ്മ എന്ന് കണ്ടിട്ട് എന്റെ അമ്മാമ്മ വന്ന് പറഞ്ഞു കൊടുത്തു. പറ അമ്മാമ്മ പറ. പറഞ്ഞു കൊടുക്കാണ്ടിരിക്കാൻ പറ്റുമോ? അല്ല, എന്നാ പറഞ്ഞെന്ന് പറഞ്ഞതാ. ആ. വിളിച്ചപ്പോ വണ്ടി നേരെ ഒടിച്ചു പോയി. എന്നെ പോലും കേട്ടാൽ അവനൊരു പെണ്ണിനെ വിളിച്ചോണ്ട് പോകുന്നല്ലേ? ഞാൻ പള്ളി കഴിഞ്ഞ് നടന്നു വരുമ്പോ എന്നെ കേട്ടാണ്ട് അവനൊരു പെങ്കൊച്ചിനെ വെട്ടിക്കൊണ്ട് പോകുന്നല്ലേ? എന്നിട്ട് പള്ളി കഴിഞ്ഞ് അമ്മച്ചി വന്നിട്ട് ജിൻസിന് അവിടെ കൊച്ചിനെ കൊണ്ട് പോയി. കണ്ടപ്പോ മനസ്സിലായി ഹെൽമെറ്റ് ഒന്നും വെച്ചില്ലേ ജിൻസാ. എന്ത് കഷ്ടമായി. ആർട്ടി ഒന്ന് കണ്ടുപിടിച്ചു. 5 വർഷം മുമ്പുള്ള ഒരു ഫൈൻ വരും. അതൊരു 5 വർഷം ഇത് പെട്ടതാ കേസ്. എന്നിട്ട് അമ്മാമ്മ വിളിച്ചോ ജിൻസിനെ? വിളിച്ച് എന്ന് പറഞ്ഞ് വിളിച്ചപ്പോ തിരിഞ്ഞു നോക്കണില്ല. അവളോടും പറഞ്ഞ് തിരിഞ്ഞു നോക്കല്ലേട്ടാന്ന്. അത് പതുക്കലിങ്ങനെ കാട്ടുമ്പോ എനിക്ക് അറിഞ്ഞൂടെ. അമ്മ വന്നത് അമ്മ കഴിഞ്ഞ് വന്നതല്ലേ, ആ പ്രായമൊന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ പോന്നെ ഇങ്ങോട്ട്. അത് കൊള്ളാം. ഞങ്ങൾക്ക് നല്ല 3-ാം കാലം കല്യാണക്കാരിക്കും കൊണ്ടുവന്ന് ഒക്കെ കഴിക്കണ, അല്ലാണ്ട് ഇങ്ങനെ അങ്ങൊന്നും കഴിക്കൊന്നുമില്ല. അന്നത്തെ കാലത്ത് ഞങ്ങൾ പ്രേമിച്ചത് ഞങ്ങൾ ആൾക്കാരൊക്കെ വന്ന് കണ്ട് കൊണ്ടൊന്ന് കാണിക്കണതാണ് ഞങ്ങൾ കേട്ടത്. മുന്നാധാരം കൊണ്ട് ബ്രോക്കർ കൊണ്ടുവന്ന ആളെയാണ് കെട്ടത്. അവര് കാരണന്മാര് കണ്ട് പറഞ്ഞ് കെട്ടിക്കും, അല്ലാണ്ട് അങ്ങനെ ഒന്നും പോവില്ല. ഞങ്ങളാരും പോകത്തൊന്നുമില്ല. വളർത്തിലെല്ലാം ഉണ്ട്. എന്നിട്ട് അമ്മാമ്മ ഈ പെങ്കൊച്ച് ഏതാന്ന് ചോദിച്ചോ തിരിച്ച് വീട്ടിൽ വന്നപ്പോ? വീട്ടിൽ വന്നപ്പോ അറിയായിരുന്നു, എനിക്ക് അറിയാ. ഇവള് ഞാൻ എന്നെ പിടിച്ച് വീട്ടിലോട്ടൊക്കെ കൊണ്ടുപോകും. പള്ളിയിൽ പിടിച്ചോണ്ടൊക്കെ കൊണ്ടുപോകും. അറിയാം. അപ്പൊ പിന്നെ അമ്മടി കള്ളി അമ്മാമ്മ വഴിയായിരുന്നു റൂട്ടിട്ടത്. അമ്മാമ്മ വഴി കൈ പിടിച്ചൊക്കെ അമ്മ ഞാൻ കൊണ്ടുപോകാം. ഏതാടി മോളെ സിനിമ ഞാനൊന്നും മിണ്ടൂല്ല. വർത്താനം പറയും. ഇഷ്ടമായിരുന്നു, കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. കുഴപ്പമൊന്നും ഉണ്ടായില്ല. അമ്മയോട് വന്ന് പറഞ്ഞതാരാ? അച്ഛനാണോ അമ്മാമ്മയാണോ? അത് അമ്മേൻ എന്നാ വന്ന് പറഞ്ഞേ? ഒരു പെണ്ണിനെയും വണ്ടി കയറ്റിരുത്തി പോണ്ടിരുന്നു പറഞ്ഞു. അപ്പൊ അമ്മ ഇങ്ങോട്ട് തട്ടാൻ അത് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ അത് അവര് ഇഷ്ടമാണല്ല, അപ്പൊ അവളായിരിക്കുള്ളൂ എന്ന് പറഞ്ഞു, റോസ്മി ആയിരിക്കുള്ളൂ എന്ന് പറഞ്ഞു. അമ്മക്ക് അതിന് അടുക്കള വഴിയുള്ള ബന്ധം. അപ്പൊ അമ്മ പറഞ്ഞ ആ പെണ്ണ് തന്നെയാണ്, നമ്മള് ഞായറാഴ്ച കാണാറുണ്ടല്ലോ, പള്ളിയിൽ പോകുമ്പോ കാണൂല, അപ്പൊ ആ പെണ്ണ് തന്നെയാന്ന്. അത് കുഴപ്പമില്ല. അങ്ങനെയാണ് അപ്പം പോയി കല്യാണം ഉറപ്പിച്ചത് അല്ലേ? അങ്ങനെ റോസ്മി ആയതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങക്ക് റോസ്മിയാണ് ദൈവഭയം, സ്ഥിരമായി പള്ളിയിൽ വരുന്നു, അത് മകനെ കാണാനാ? അല്ലെങ്കിലും വരൂ. ഇത് എന്നെ കൊണ്ട് പറയിപ്പിക്കണോ? നേരത്തെ കാലത്ത് ഞാൻ എല്ലാ ദിവസവും പള്ളിയിലൊക്കെ പോവാറുണ്ട്. ഞാനിത് എങ്ങനെയാ കണ്ടുപിടിച്ചത്? നിങ്ങൾ ഭയങ്കര ബ്രദേഴ്സ് ഭയങ്കര ടൈപ്പാണോ? എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്റെ പരസ്പരം ഒന്നും മറച്ചു വെക്കത്തില്ല. ശരി, ചേട്ടന്റെ കാര്യത്തിന് അനിയൻ കൂട്ടുനിന്നു, അനിയന്റെ കാര്യത്തിന് ചേട്ടൻ കൂട്ടുനിന്നോ? നിന്ന് കട്ടക്ക് പള്ളിയിലൊക്കെ സ്ഥിരം പോകുമെന്ന് പറഞ്ഞു. അത് ജിൻസിന് ഇഷ്ടാന്ന് പറയുമ്പോ ഇപ്പം പറവൂർ എന്നൊക്കെ പറയുന്ന ഒരു സാധാ സ്ഥലമാണ്, ഒരു സാധാ ഗ്രാമമാണ്. ടെൻഷൻ ഉണ്ടായിരുന്നോ? എനിക്കിതിനെ ചെറുപ്പം മുതലേ അറിയാല.
പിന്നെ ഇങ്ങനൊരു പ്രപ്പോസ് ചെയ്യുമെന്നുള്ള ഇതില്ല. നമ്മളൊരു ചേട്ടൻ ഉള്ള ബന്ധമായിരുന്നു. ഇത്തിരി വലുതായിരുന്നു. എന്നെക്കാളൊരു 4 വയസ്സ് വലുതാണ്. അപ്പൊ നമ്മളൊരു ചേട്ടന്റെ പോലെയാണ് ആദ്യം കണ്ടിരുന്നത്. ഇവനായിട്ടായിരുന്നു, ലെക്സനായിട്ടായിരുന്നു ഞാൻ കൂടുതൽ കമ്പനി. ഞങ്ങള് തമ്മിലായിരുന്നു ഏജിന് കുറച്ചും കൂടെ ഇത്. പിന്നെ ഇങ്ങനെ പ്രപ്പോസ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. വീട്ടിൽ പറഞ്ഞപ്പോ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടെ വന്നപ്പോഴാണോ ഈ അഭിനയം ഒക്കെ തലക്ക് പിടിച്ചപ്പോഴാണോ പ്രശ്നം? ആദ്യമൊന്നും ഒന്നും അഭിനയിക്കില്ലായിരുന്നു. ഏറ്റവും കൂടുതൽ നന്നായിട്ട് അഭിനയിക്കുന്നതാണ് നമ്മളെയൊക്കെ സൈഡാക്കി. അല്ല, നമുക്ക് ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കാൻ എനിക്ക് ഇച്ചിരി പേടിയായിരുന്നു. പുള്ളിയാണ് മാറ്റിയെടുത്ത് കൊണ്ടുവന്നത്. അമ്മയൊന്നും അഭിനയിക്കില്ലായിരുന്നു. ഇപ്പൊ അമ്മയൊക്കെ സൂപ്പറായിട്ട് എല്ലാരും ഇവരാലോചിക്കുമ്പോ എന്താണെന്നറിയാമോ, 90 വയസ്സായ അമ്മ ഒരു തകർക്കണ്. ഇനിയിപ്പൊ ഞങ്ങൾക്ക് മുന്നും നോക്കാനുണ്ടാ അഭിനയിക്കുന്നു. അമ്മാമക്ക് അഭിനയിക്കാമെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് അഭിനയിക്കാൻ എന്താണ് കുഴപ്പമെന്നുള്ള മൈൻഡ് ഞങ്ങള് സെറ്റ് ആയതോടുകൂടി അഭിനയാണ്. അമ്മാമേ പണ്ട് ചെറുതിലെ അമ്മാമ്മയുടെ ചെറുതിലെ നാടകത്തിലോ പള്ളിയില് പാട്ട് പാടാനോ എല്ലാത്തിനൊക്കെ പോയിട്ടുണ്ടോ? ഒന്നും പോയിട്ടില്ല. ആദ്യമത്തെ പാട്ട് പാടാനൊന്നും പോകില്ല. പിന്നെ പള്ളിയില് പാട്ട് പാടുമ്പോ അതിൽ കൂടി പാടും. എന്തുകൊണ്ട് പള്ളിയിലെ പാട്ട് അമ്മാമ്മയുടെ ചെറുപ്പകാലം പറയുമ്പോ അപ്പച്ചനെ അറിഞ്ഞൂടല്ലാതെ ഏത് പാട്ട് എന്തെങ്കിലും പാട്ട് പള്ളിയിൽ പാടൂലേ? അപ്പൊ പാടും. എല്ലാരും കൂടെ പാടും. അമ്മാമ്മ ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നോ? ഏയ് അതൊന്നുമില്ല. ഡാൻസിനൊന്നും പോയിട്ടില്ല. ഒന്നിനും പോയിട്ടില്ല. അമ്മാമ്മയുടെ മൂത്ത മകനാണോ ഇത്? മൂത്തത്. ബാക്കി 3 പെൺപിള്ളേര് ഇവിടെ ഇല്ല അല്ലെ? 3 ഉണ്ട്. 3 ഫസ്റ്റ് കൊച്ചുമോൻ അല്ലെ? ഫസ്റ്റ് കൊച്ചുമോൻ. അപ്പൊ ജിൻസിനാണോ കൂടുതൽ ഇഷ്ടം? അല്ല, അത് രണ്ടുപേരും ഇഷ്ടമാണ്. ചേട്ടന് അനിയനെ ഇഷ്ടമാണ്. ചേട്ടന് അനിയനെ ഇഷ്ടമാണ് അല്ലേ? അയ്യോ, ഞാൻ ചുമ്മാ ചോദിച്ചത് ഇത് ഈ ഒരു ഭാഗം ക്ലിപ്പ് കട്ട് ചെയ്തിട്ട് എന്റെ തെരുവിളിക്ക് ആൾക്കാർ കുത്തിത്തിരിപ്പുണ്ടാക്കിയത് ചുമ്മാ പറയുന്നത് കേട്ടോ. വീട്ടിലെ ആദ്യത്തെ ആളോട് നമുക്കൊരു ഭയങ്കര ഇഷ്ടം ഉണ്ടാവും. എന്ന് വെച്ചാൽ രണ്ടാമത്തെ ആളോട് ഇഷ്ടമില്ല എന്നല്ല, ആദ്യമേ ഒരു കൊച്ചുമോൻ എന്നുള്ളൊരിതും. അമ്മാമ്മ സ്വന്തമായിട്ട് ഇവർക്ക് കണ്ടന്റ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അതായത് ആശയം പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഇതെടുത്താ കൊള്ളാന്ന്? അതൊന്നുമില്ല. ഇല്ല. പക്ഷെ അമ്മാമ്മ പറയുന്നതിന്റെ ഇടയിൽ നമുക്ക് കിട്ടും വേണ്ട സാധനങ്ങള്. തഗ്ഗാണല്ലേ അമ്മാമ്മ? തഗ്ഗാണല്ലേ? സെറ്റ് ചെയ്യും നമ്മള് പറയല്ലേ, വീട്ടിൽ ആള് കൂടുന്തോറും ബഹളങ്ങളും ഇതും കൂടുന്നു. പക്ഷെ അത് ചിലപ്പോ സ്വരച്ചേർച്ചയെന്നാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾക്കിടയിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ അത് നമ്മൾ കുറെ യൂട്യൂബേഴ്സിനെ ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഈയിടെ അടിയും വെച്ച് ബഹളവും വെച്ചിട്ടൊക്കെ. അത് ഒന്നിച്ച് തന്നെ തുടങ്ങി. ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. ഒരു സോഷ്യൽ മീഡിയയില് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പാടില്ലാത്ത കുടുംബത്തിന്റെ ഉള്ളിൽ നിൽക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള വ്യക്തമായിട്ട് ബോധ്യമുള്ള, അതിനുള്ള പക്വതയുള്ള ഒരു കുടുംബത്തിലാണ് ഞങ്ങൾ വളർന്നതും ആ ഒരു രീതിയിലാണ് ഞങ്ങൾ ഇപ്പൊ ജീവിച്ചു പോകുന്നതും. അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും, അതായത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു എന്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോമാണ്. അതിൽ നമ്മുടെ ഫാമിലിയുടെ സന്തോഷങ്ങളും ഫാമിലിയിൽ നടക്കുന്ന കുഞ്ഞു നമുക്ക് രസകരമായിട്ട് തോന്നുന്ന കാര്യങ്ങളും ഇതെല്ലാം ഷെയർ ചെയ്ത് നമ്മളുടെ ആ കുടുംബത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് പേർക്ക് പോസിറ്റീവായിട്ട് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കൊടുത്ത് മുമ്പോട്ടേക്ക് പോവാ. ഞങ്ങൾ അത് മാത്രം ചെയ്യുന്നുള്ളൂ. അതെ 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 അതാണല്ലോ ഞാനിവിടെ വന്നത്. നമ്മള് ഭയങ്കര രസമാണ് ചില ആളുകളെ കാണുന്നത്, കേൾക്കുന്നത്. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കുടുംബകാര്യങ്ങൾ പറയാനാണ് പലരും യൂട്യൂബ് ഉപയോഗിക്കുന്നത്. പലതും കണ്ടന്റ് മേക്കിങ്ങിന് വേണ്ടി ഒരുമാതിരി മോശപ്പെട്ട തമ്പിടുകയും. ഞാൻ പറഞ്ഞു, നമ്മുടെ ഫാമിലി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന ആ ഒരു പിക്ചർ ഉണ്ടല്ലോ, അത് മാത്രമേ സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ളൂ. ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ തല മുട്ടടിച്ചിരിക്കുന്നതും ഇതെല്ലാം അതിന്റെ ഭാഗമായിട്ട് കാണുന്നതാണ്. ഫാമിലിയുടെ ഉള്ളിൽ നിൽക്കുന്ന എല്ലാ കുടുംബത്തിലുള്ള പോലെ ഫാമിലിയിൽ ഉള്ളിൽ നിർത്തേണ്ട ചില കാര്യങ്ങളും ചില പ്രൈവസി ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഇന്ന് വരെ ഷെയർ ചെയ്തിട്ടില്ല. ഒരു മോശപ്പെട്ട ഒരു തമ്പ് പോലും നിങ്ങൾ കൊടുത്തിട്ടില്ല. എപ്പോഴും ഒരിക്കലാണ് കൊച്ചുമോനെ തല്ലിയതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു 10-700 പോയത്. അങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്നോ? അത് അതിനകത്ത് പെങ്ങളെ തല്ലണ ഒരു സാധനമാണ് ചെയ്തിരുന്നത്. അല്ല പറയാ ചെയ്തേ, നമ്മള് അങ്ങനെ പോലും കണ്ടന്റിൽ നല്ല ക്വാളിറ്റി മേക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾ. അപ്പൊ എന്താണെങ്കിലും ഈ ക്രിസ്മസ് ഞങ്ങളുടെ ഒപ്പം, ഞങ്ങളുടെ മൂവി വേൾഡ് മീഡിയക്കൊപ്പം ഒരു ഫാമിലി ഇന്റർവ്യൂ തന്നതിന്, അത് ഫസ്റ്റ് എനിക്ക് കിട്ടിയതില് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അച്ഛൻ അപാര തഗ്ഗ. അപ്പൊ അച്ഛനാണ് കേട്ടില്ലേ പേര്? എന്താണ്? തങ്കച്ചൻ. പക്ഷെ അതിന്റെ ക്രെഡിറ്റ് അമ്മാമക്ക് വേണ്ട. അതായത് അന്നപ്പത്തിന് പേരിടാനുള്ള പ്രായമായിട്ടില്ല. അമ്മാമിയുടെ ചിലപ്പോ അച്ഛൻ പറയും ഞാൻ തന്നെ ഇട്ടോ.
ഞാൻ ഉണ്ടായിരുന്ന ആളാണല്ലോ, അച്ഛൻ്റെ അമ്മയുടെ കല്യാണത്തിൽ ഉണ്ടായിരുന്ന ആളാണല്ലോ. അതെ. അതുകൊണ്ട് അപ്പൊ എന്താണെങ്കിലും ഭയങ്കര രസമായിട്ടുണ്ട് നിങ്ങളുടെ ഫാമിലി. നമ്മള് പറയുന്ന പോലെ കണ്ണ് കിട്ടാതിരിക്കട്ടെ, ഞാനും കണ്ണു വെക്കാതിരിക്കട്ടെ. അപ്പം താങ്ക് യു വെരി മച്ച്. ഓക്കെ